നിന്റെ സങ്കേതത്തിൽ ഇപ്പോഴും വന്ന് നിന്റെ സഹായം തേടി നിന്റെ മധ്യസ്ഥ അപേക്ഷകരിൽ ഒരുവനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. കന്യകളുടെ രാജ്ഞിയായ കന്യകയെ, ദയുള്ള മാതാവേ, വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപ്പാദത്തിൽ ഞാൻ അണയുന്നു. വിലപിച്ച് കണ്ണീർ ചീന്തി പാപിയ ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധി നിൽക്കുന്നു. അവതരിച്ച വചനത്തിൻ്റെ മാതാവേ, എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടല്ലമേ. ആമേൻ. മിശിഹ മധ്യസ്ഥ പ്രാർത്ഥന. സ്നേഹപിതാവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രനായ ഈശോമിശിഹ ഞങ്ങൾക്ക് നേടിത്തന്ന രക്ഷയുടെ സ്വാതന്ത്ര്യവും ദൈവരാജ്യ അനുഭവവും മറ്റുള്ളവരുമായി പങ്കുവെക്കുവാൻ ഞങ്ങളെ തിരഞ്ഞെടുത്തതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ലോകമെമ്പാടുമുള്ള മിശിഹ കുടുംബങ്ങളെയും എല്ലാ ഉപകാരികളെയും ആത്മീയ വരങ്ങളാലും ഭൗതിക നന്മകളാലും നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മിശിഹ ടീം നയിക്കുന്ന വിവിധ കോഴ്സുകളെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളെയും അവിടുന്ന് ആശീർവദിക്കണമേ. സഭയുടെ ഏകദൗത്യമായ സുവിശേഷ പ്രഘോഷണം ഹൃദയത്തിലേറുന്ന തീക്ഷ്ണമതികളായ ധാരാളം മിഷണറിമാരെ ഒരുക്കുവാൻ മിശിഹ ടീമിനെ സഹായിക്കണമേ. നിത്യപിതാമത്തും പരിശുദ്ധാത്മാ സർവേശ്വര. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അതിനുവേണ്ടി ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയെന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയുമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദയത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണേ. ആമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്ത്രീകളെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേ. ഈശോ സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും ഇപ്പോഴും സ്തുതിയായിരിക്കട്ടെ. സ്വർഗീയ സ്നേഹമേ, സൗജന്യദാനമാം നിന്നെ ത്യജിച്ചു ഞാൻ ദൂരെയായി. പാപക്കുഴിയിലെ മേഘക്കറുപ്പുകൾ നിൻമുഖമെന്നിൽ നിന്നകലയാക്കി. ബന്ധങ്ങളെല്ലാം തകർന്നോരിൻ ജീവിതം അന്ധകാരത്തിൽ എകഴ്ന്നു പോയി. ബന്ധങ്ങളെല്ലാം തകർന്നോരിൻ ജീവിതം അന്ധകാരത്തിൽ എകഴ്ന്നു പോയി. മോചനം നൽകുവാനാരുണ്ടു ഭൂവിതിൽ, കേഴുന്നു നാഥാ രക്ഷയേകണേ. മോചനം നൽകുവാനാരുണ്ടു ഭൂവിതിൽ, കേഴുന്നു നാഥാ രക്ഷയേകണേ. സ്വർഗീയ സ്നേഹമേ, സൗജന്യദാനമാം നിന്നെ ത്യജിച്ചു ഞാൻ ദൂരെയായി. പാപക്കുഴിയിലെ മേഘക്കറുപ്പുകൾ നിൻമുഖമെന്നിൽ നിന്നകലയാക്കി. ഇച്ഛിക്കും നന്മകൾ ചെയ്തിടാനാകാതെ ഇച്ഛിക്കത്തിന്മയേറെ ചെയ്തു പോയി. ഇച്ഛിക്കും നന്മകൾ ചെയ്തിടാനാകാതെ ഇച്ഛിക്കത്തിന്മയേറെ ചെയ്തു പോയി. ദേഹവും ദേഹിയും ഇരുളിലമർന്നിതാ, കേഴുന്നു നാഥാ രക്ഷയേകണേ. ദേഹവും ദേഹിയും ഇരുളിലമർന്നിതാ, കേഴുന്നു നാഥാ രക്ഷയേകണേ. സ്വർഗീയ സ്നേഹമേ, സൗജന്യദാനമാം നിന്നെ ത്യജിച്ചു ഞാൻ ദൂരെയായി. പാപക്കുഴിയിലെ മേഘക്കറുപ്പുകൾ
നിൻമുഖമെന്നിൽ നിന്നകലെയാക്കി. ദൈവത്തിനു സ്തുതി. എൻ്റെ സഹോദരരെ, ഇന്നത്തെ തിരുവചനം വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം 7 വാക്യങ്ങൾ 19-20. ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തത് ഞാൻ ചെയ്യുന്നുവെങ്കിൽ അത് ചെയ്യുന്നത് ഒരിക്കലും ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമാണ്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈ വചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മളിൽ നന്മ ചെയ്യുവാൻ അതീവ ആഗ്രഹമുണ്ടെങ്കിലും അതെല്ലാം തിന്മയായി ഭവിക്കുന്നു. ഇതിന്റെ മൂല കാരണം നമ്മുടെ പാപാവസ്ഥയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രൻ പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അങ്ങയുടെ തിരുനാമത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. പല സ്ഥലങ്ങളിലായിരിക്കുന്ന ഞങ്ങൾ ഏവരെയും ഈ മിസ്യോ പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് കൂട്ടിയ അങ്ങയുടെ അനന്ത കാരുണ്യത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ഞങ്ങളെയും പല കാരണത്താൽ പങ്കെടുക്കുവാൻ സാധിക്കാത്തവരെയും അങ്ങ് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. സ്നേഹനാഥ, മിസ്യോ ടീമിന്റെ ആത്മീയ പിതാവായ മാർ ജോയ് ആലപ്പാട്ട് പിതാവിനെയും ഞങ്ങളുടെ അനിമേറ്ററായ റവറൻ ഫാദർ അഗസ്റ്റിൻ മുണ്ടിയാത്തച്ഛനെയും ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട ലീഡർ ആലീസ് കുട്ടിച്ചേച്ചിയെയും ടോമിച്ചൻ ബ്രദറിനെയും ഇതിനായി പ്രവർത്തിക്കുന്ന ഓരോ വ്യക്തികളെയും ഇന്റർനെറ്റ് സംവിധാനത്തെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഈ 17ാം ബാച്ചിനെ പരിശുദ്ധാത്മാവിന്റെ നിറവും അഭിഷേകവും നൽകി അനുഗ്രഹിക്കണമേ. ദൈവസ്നേഹം ചുറ്റുമുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാനുള്ള ഉപകരണങ്ങളാക്കി ഞങ്ങളെ ഓരോരുത്തരെയും മാറ്റണമേ. ഉദ്ധിതനായ ഈശോ തന്റെ ദിവ്യപ്രകാശത്തിലൂടെ നമ്മുടെ കരങ്ങൾ പിടിച്ച് നമ്മെ ഏവരെയും മുന്നോട്ട് നയിക്കട്ടെ. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. ദൈവത്തിന് സ്തുതി. പ്രിയ സഹോദരരെ, കഴിഞ്ഞ ക്ലാസ്സിൽ നാം ദൈവസ്നേഹത്തെക്കുറിച്ച് മനസ്സിലാക്കി. ഇന്ന് രണ്ടാമത്തെ നിത്യസത്യമായ പാപാവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഏഷ്യ 59:2 ഇപ്രകാരം പറയുന്നു: നിന്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു, നിന്റെ പാപങ്ങൾ അവിടുത്തെ മുഖം നിന്നിൽ നിന്ന് മറച്ചിരിക്കുന്നു. നമ്മുടെ പാപാവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കാൻ ഒരുങ്ങിയിരിക്കുന്ന നമ്മെ ഓരോരുത്തരെയും പരിശുദ്ധ അമ്മയുടെ കൈകളിൽ ചേർത്ത് വെച്ചുകൊണ്ട് ജപമാല സമർപ്പണം നടത്തിയ ജോൺ ചേട്ടനും കുടുംബത്തിനും ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. അതിമനോഹരമായ പ്രാർത്ഥനാ ഗീതത്തിൽ നമ്മുടെ ഹൃദയങ്ങളെ നിറച്ച ബിനു ചേച്ചിയെയും ഒത്തിരി സ്നേഹത്തോടെ നന്ദിയോടെ ഓർക്കുന്നു. ഇരുതലവാളിനേക്കാൾ മൂർച്ചയുള്ള ഈശോയുടെ തിരുവചനം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലേക്ക് പകർന്നു തരികയും നമ്മുടെ ഈ സെക്ഷനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്ത ആനി ചേച്ചിയെയും സ്നേഹത്തോടെ നന്ദി പറയുന്നു. മിസ്സിയോയുടെ രക്ഷാധികാരിയും ചിക്കാഗോ രൂപതയുടെ മെത്രാനുമായ മാർ ജോയ് ആലപ്പാട്ട് പിതാവിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ സമാപന സന്ദേശത്തിനും ആശീർവാദത്തിനുമായി എത്തിച്ചേർന്നിരിക്കുന്ന ഫാദർ സേവിയർ മാന്തരാജിനെയും സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. എപ്പോഴും പുഞ്ചിരി തൂകുന്ന മുഖത്തോടെ നമ്മുടെ ഓരോരുത്തരുടെയും അമ്മയായി, ആന്റിയായി, ചേച്ചിയായി മിസ്സിയോയെ നയിക്കുന്ന ആലീസ് ആന്റിയെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
മിസിയോയുടെ തൂണുകളായ റിസോഴ്സ് ടീം മെമ്പേഴ്സ്, കോർഡിനേറ്റേഴ്സ്, മെന്റേഴ്സ് എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ ക്ലാസ്സിനായി തങ്ങളുടേതായ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഈശോയ്ക്ക് വേണ്ടി ഇത്തിരി സമയം നീക്കിവെച്ച് ഇവിടെ എത്തിയിരിക്കുന്ന എന്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളെ ഓരോരുത്തരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. റോമ 3:23 എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി. പ്രൊക്ലമേഷനായി പുഷ്പ ചേച്ചിയെ ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 59 അധ്യായം 2 തിരുവചനം. നിന്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു. നിന്റെ പാപങ്ങൾ അവിടുത്തെ മുഖം നിന്നിൽ നിന്ന് മറച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ദൈവസ്നേഹത്തെ പറ്റിയായിരുന്നു വചനങ്ങളിലൂടെ ധ്യാനിച്ചതും പഠിച്ചതും. ദൈവം എന്നെ വ്യക്തിപരമായി യാതൊരു വ്യവസ്ഥകളും ഇല്ലാതെ ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ സ്നേഹിക്കുന്നു. എന്നാൽ ദൈവത്തിന്റെ അപരിമേയമായ ഈ സ്നേഹം അനുഭവിച്ചറിയുവാനോ അത് പങ്കുവയ്ക്കുവാനോ നമുക്ക് തടസ്സമായി നിൽക്കുന്നത് നമ്മുടെ പാപാവസ്ഥയാണ്. മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവസ്നേഹം പങ്കുവച്ച് ദൈവരാജ്യ അനുഭവം സായുധമാക്കുക എന്നതായിരുന്നു ദൈവിക പദ്ധതി. മനോഹരമായ ഈ ദൈവിക പദ്ധതിയെ മനുഷ്യൻ നിരാകരിച്ചു. ദൈവത്തിന്റെ വാക്ക് ധിക്കരിച്ചുകൊണ്ട് അവർ പാപം ചെയ്തു. അങ്ങനെയാണ് ആ ദൈവസ്നേഹ അനുഭവം നഷ്ടമാകുന്നത്. ഈ ഒരു അവസ്ഥയാണ് പാപാവസ്ഥ. ഉൽപ്പത്തി പുസ്തകം അധ്യായം 1 27 തിരുവചനം ഇപ്രകാരം പറയുന്നു: തന്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു, സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു. ഭൂമിയിലെ എല്ലാ വസ്തുക്കളെയും സകല ജീവജാലങ്ങളുടെ മേൽ സർവാധികാരം നൽകിയാണ് ആദി മാതാപിതാക്കൾക്ക് പറുദീസ നൽകിയത്. വീണ്ടും ഉൽപ്പത്തി പുസ്തകം 3 അധ്യായം 1 മുതൽ 7 വരെയുള്ള തിരുവചനത്തിലൂടെ മനുഷ്യന്റെ അധഃപതനം നമുക്ക് കാണാൻ സാധിക്കുന്നു. കർത്താവ് സൃഷ്ടിച്ച എല്ലാ വന്യജീവികളിലും വെച്ച് ഏറ്റവും കൗശലമേറിയതായിരുന്നു സർപ്പം. പാപം ചെയ്ത് സാത്താന്റെ അടിമത്തത്തിൽ ആയതോടുകൂടി അവരുടെ ബന്ധങ്ങൾക്ക് ഉലച്ചിൽ തട്ടി. ദൈവത്തോടുകൂടി ആഹ്ലാദിച്ചുലാത്തിയവർ ദൈവത്തിൽ നിന്നും ഓടി അകലുന്നു. അവർ പരസ്പരം പഴിചാരാൻ തുടങ്ങി. സംശയത്തിന്റെ വിത്ത് അവരിൽ സാത്താൻ പാകിയിട്ടുള്ളത് കൊണ്ട് ദൈവത്തോടുള്ള വിശ്വസ്തത നഷ്ടപ്പെട്ടത് കൊണ്ട് അവർ ദൈവത്തിൽ നിന്നും ഭയന്ന് ഓടി അകലാൻ ശ്രമിക്കുന്നു. ദൈവത്തോടുള്ള വിശ്വസ്തത അവരുടെ ഹൃദയത്തിൽ നിന്നും നിർജീവമായി. മനോഹരമായ പ്രപഞ്ചം ക്രമരഹിതമായി. അവിടെ ക്രമക്കേടുകൾ ഉണ്ടാകാൻ തുടങ്ങി. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 397 ഖണ്ഡികയിൽ ഇപ്രകാരം പറയുന്നു: ദൈവത്തോടുകൂടി സ്നേഹബന്ധത്തിൽ ദൈവികരാകാൻ വിളിക്കപ്പെട്ടവർ പിശാചിനാൽ പ്രലോഭിതരായി ദൈവഹിതത്തിനു വിരുദ്ധമായി ദൈവത്തെ പോലെയാകാൻ ശ്രമിച്ചു. ഇപ്രകാരം ദൈവത്തിന്റെ ഏക കൽപ്പന ലംഘിച്ച നമ്മുടെ ആദി മാതാപിതാക്കൾ വിലക്കപ്പെട്ട ഖനി ഭക്ഷിച്ചത് കൊണ്ട് അനുസരണക്കേടും വിശ്വാസക്കേടും കാണിച്ചു. സാത്താന്റെ പ്രലോഭനത്തിൽ അകപ്പെട്ട് അവന്റെ വാക്കനുസരിച്ച് പ്രവർത്തിച്ചത് വഴി മനുഷ്യൻ എന്നേക്കുമായി അടിമയാക്കപ്പെട്ടു. വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം 6 16 തിരുവചനം: നിങ്ങൾ അനുസരണയുള്ള ദാസരെ പോലെ ആർക്കെങ്കിലും സമർപ്പിക്കുമ്പോൾ നിങ്ങൾ അവന്റെ അടിമകളാണെന്ന് അറിയുന്നില്ലേ? ഒന്നുകിൽ മരണത്തിലേക്ക് നയിക്കുന്ന പാപത്തിന്റെ അടിമകൾ, അല്ലെങ്കിൽ നീതിയിലേക്ക് നയിക്കുന്ന അനുസരണത്തിന്റെ അടിമകൾ. ദൈവത്തിന്റെ വാക്ക് നിരസിച്ചത് കൊണ്ട് പിശാചിന്റെ വാക്ക് അനുസരിച്ചത് വഴി അവന്റെ അടിമത്തത്തിലായതോടുകൂടി നന്മയൊന്നും ചെയ്യാതെ തിന്മയുടെ പ്രവർത്തികളിലേക്ക് അവൻ നമ്മെ വലിച്ചിരിച്ച് പാപത്തിന്റെ അടിമത്തത്തിലാക്കുന്നു. നരകതുല്യമായ ഒരു ജീവിതം, പാപത്തിന്റെ വഴിയിലേക്ക് ജീവിതം മാറിപ്പോകുന്നു. അങ്ങനെ സംശയം വളർന്ന് വളർന്ന് പ്രാവർത്തികമാകുന്നു. ആദ്യ മാതാപിതാക്കൾക്ക് പാപത്തിന്റെ ഫലമായി ദൈവിക ജീവനും അധികാരങ്ങളും സൗഭാഗ്യങ്ങളും എല്ലാം നഷ്ടമായി.
ദൈവം അവരെ ഏത് തോട്ടത്തിൽ നിന്നും പുറത്താക്കി. കാരണം നന്മതിന്മകളുടെ വൃക്ഷത്തിലെ പഴം പറിച്ചു തിന്ന് പാപാവസ്ഥയിലായിരിക്കെ ജീവന്റെ വൃക്ഷത്തിലെ പഴം കൂടി ഭക്ഷിച്ചാൽ അവരെ പിന്നീട് ഒരിക്കലും നിത്യനാശത്തിൽ നിന്ന് രക്ഷിക്കാൻ സാധ്യമല്ല എന്ന് മനസ്സിലാക്കിയ ദൈവം അവരോടുള്ള സ്നേഹം കൊണ്ടാണ് ഏത് തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയത് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. വിശുദ്ധ പത്രോസ്ലീഹ എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 19-ാം തിരുവചനം ഇപ്രകാരം പറയുന്നു: ഏതിനാൽ ഒരുവൻ തോൽപ്പിക്കപ്പെടുന്നുവോ അതിന്റെ അടിമയാണവൻ. ഏത് തോട്ടത്തിൽ മനുഷ്യൻ തോറ്റത് പാപത്തിന്റെ മുൻപിലാണ്. ദൈവകൽപ്പന ലംഘിച്ചത് പാപത്തിൽ തോൽപ്പിക്കപ്പെട്ട മനുഷ്യൻ പാപത്തിന്റെ അടിമയായി മാറി. നാം ഓരോരുത്തരും പാപത്തിന്റെ അടിമയാണ്. ഇവിടെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും, ദൈവിക വാക്കിനാൽ തോൽപ്പിക്കപ്പെട്ടിട്ടില്ല, പിശാചിന്റെ വാക്കിനാൽ തോൽപ്പിക്കപ്പെട്ടുവെന്ന്. ആദം ഹവ്വയെ ഇണയായി സ്വീകരിച്ചപ്പോൾ എന്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിന്റെ മാംസവും എന്ന് പറഞ്ഞ് സന്തോഷിച്ചയാൾ പിന്നീട് പാപം ചെയ്തപ്പോൾ അവർ പരസ്പരം പഴിചാരുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നു. വീണ്ടും വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം 7 19-ാം തിരുവചനത്തിൽ പൗലോസ്ലീഹ പറയുന്നത്: ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. നന്മ ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും സാഹചര്യങ്ങൾക്കനുസരിച്ച് ഞാൻ തിന്മ പ്രവർത്തിക്കുന്നു. പാവാവസ്ഥയിലായിരിക്കുന്ന മനുഷ്യന് തിന്മ പ്രവർത്തിക്കാനുള്ള സാധ്യത കൂടുന്നു. അവൻ പാവാവസ്ഥയിലായിരിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് അകലുന്നു. പാപം ചെയ്യുന്നത് മൂലം നമ്മുടെ ബന്ധങ്ങളിൽ തകർച്ചയുണ്ടാവുന്നു. തന്നോട് തന്നെ അകലുന്നു. കുടുംബ ബന്ധങ്ങളില്, സമൂഹത്തോട്, പ്രപഞ്ചത്തോട് മൊത്തത്തിൽ ഒരകൽച്ചയുണ്ടാവുന്നു. എല്ലാത്തിനും ഒരു ഉത്സാഹക്കുറവ് അനുഭവപ്പെടുന്നു. സങ്കീർത്തന പുസ്തകം 51-ാം അധ്യായം 5-ാം തിരുവചനം: പാപത്തോടെയാണ് ഞാൻ പിറന്നത്, അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ പാപിയാണ്. കാരണം അടിമത്തത്തിലെ അന്ധകാരത്തിൽപ്പെട്ട മനുഷ്യർക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ജനിക്കുന്നത് ഈ അന്ധകാരത്തിലാണ്, പാപാവസ്ഥയിലാണ്. അവിടെ നിന്ന് നമുക്ക് രക്ഷപ്പെടാനോ പരസ്പരം ആരെയും രക്ഷിക്കാനോ സാധ്യമല്ല. രക്ഷ പുറമേ നിന്ന് വരണം എന്ന വലിയൊരു സത്യം നമ്മൾ തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും ഒരാൾ തെറ്റ് ചെയ്താൽ അത് ആ വീട്ടിലെ എല്ലാവരെയുമാണ് ബാധിക്കുന്നത്. അതുപോലെ ആദി മാതാക്കളുടെ പാപം മൂലമാണ് നമ്മൾ എല്ലാവരും പാപാവസ്ഥയിലേക്ക് വന്നത്. അത് നമ്മുടെ കുറ്റമല്ല, ആദി മാതാപിതാക്കൾ ചെയ്ത പാപത്തിന്റെ ഫലം നമ്മിലുള്ളത് കൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിൽ ആവശ്യമില്ലാതെ പല കാര്യങ്ങളും നമ്മൾ ഇനി അങ്ങനെയൊന്നും പറയരുത്, ചെയ്യരുത് എന്നൊക്കെ ചിന്തിക്കും. അതായത് ദേഷ്യപ്പെടുക, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക, ആവശ്യമില്ലാതെ ശാസിക്കുക, അടിക്കുക, ഇതൊക്കെ ചെയ്തിട്ട് പിന്നീട് സഹതാപവും ഉണ്ടാകുന്നു. അതുപോലെ മദ്യപിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ചിന്തിക്കും, വേണ്ട ഇനിയും മദ്യപിക്കരുത് എന്നൊക്കെ. പക്ഷെ സാഹചര്യം വന്നാൽ അവർ മദ്യപിക്കും. പാപസ്വഭാവം നമ്മുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ്. തോബിത്തിന്റെ പുസ്തകം 12-ാം അധ്യായം 10-ാം തിരുവചനം: പാപം ചെയ്യുന്നവൻ സ്വന്തം ജീവന്റെ ശത്രുവാണ്. പ്രിയപ്പെട്ടവരെ, പാപം എന്ന് പറയുന്നത് താഴ്വാരകളിലേക്കുള്ള ഒരു യാത്രയാണ്. ഓരോ ചുവടും കൂടുതൽ കൂടുതൽ അധമ്മമായ അവസ്ഥയിലേക്ക്. ഈ താഴ്വാരകളിൽ എവിടെയോ നിന്ന് തടഞ്ഞു നിർത്തിക്കൊണ്ട് ദൈവം നമ്മോട് ചോദിക്കുന്നു, ആദം നീ എവിടെയാണ്? പാവാവസ്ഥയിലായിരിക്കുന്ന ഓരോരുത്തരോടും ദൈവം ചോദിക്കുന്നതാണ്, നീ എവിടെയാണ്? എന്റെ വിശുദ്ധിയുടെ സങ്കല്പങ്ങളും നിന്റെ അവിശുദ്ധിയുടെ കർമ്മങ്ങളും തമ്മിൽ എന്തേ പൊരുത്തപ്പെടാതെ പോകുന്നത്? നമ്മുടെ ജീവിതത്തിലെ വളഞ്ഞ വഴികൾ നേരെയാക്കുക. വാത്സല്യമില്ലാതെ നമ്മുടെ കുഞ്ഞിനെ ചുംബിക്കുന്നത് പോലും കാപട്യമാണ്. അതുപോലെ മനസ്സിൽ നന്മയില്ലാതെ പുഞ്ചിരിക്കുന്നതും കാപട്യമാണ്. വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 22-ാം തിരുവചനം: പാപത്തിന്റെ വേതനം മരണമത്രേ, പാപത്തിന്റെ പരിണിത ഫലം മരണമാണ്.
നമ്മുടെ കുറവുകളെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. തെറ്റാണ് ചെയ്യുന്നതെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. ആയതിനാൽ പാപാവസ്ഥകളെ തിരിച്ചറിയാം, അംഗീകരിക്കാം. പിന്നെ നമ്മുടെ വീട്ടുമുറ്റത്തും പരിസരങ്ങളിലുമൊക്കെ പുല്ലുകളും ചെടികളും വളർന്നു വരികയുണ്ട്. ഒന്നുകിൽ നമ്മൾ അതിനെ വെട്ടിക്കളയും, അല്ലെങ്കിൽ പിഴുതുകളയും. എങ്കിലും അതിന്റെ വേരുള്ളതിനാൽ വീണ്ടും അത് വളർന്നു വരും. അതുപോലെ പാപാവസ്ഥ ഉള്ളത് കൊണ്ടാണ് നമ്മൾ പാപം ചെയ്യുന്നത്. സത്യത്തിൽ പാപത്തിന്റെ വേര് മനുഷ്യന്റെ മനസ്സാണ്. സെന്റ് അഗസ്റ്റിൻ പറഞ്ഞത്, ദൈവമേ, നീ എന്നെ നിനക്കായി സൃഷ്ടിച്ചു, നിന്നിൽ വിലയം പ്രാപിക്കുമ്പോഴും എന്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എന്റെ ഒരു അനുഭവം നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ. ഈ ലോക ജീവിതത്തിലെ ജഡിക മോഹങ്ങളിൽ അടിമപ്പെട്ട് ജീവിച്ച എനിക്ക് കറുകുറ്റിയിലെ വിശ്വ ഭവനിൽ വെച്ച് റെസിഡൻഷ്യൽ കോഴ്സിൽ പങ്കെടുക്കാൻ ദൈവം എന്നെ അനുവദിച്ചു. സത്യത്തിൽ ഈ കോഴ്സിലൂടെയാണ് പാപാവസ്ഥയെ പറ്റിയുള്ള ശരിക്കുള്ള ഒരു ബോധ്യം എനിക്ക് ലഭിച്ചത്. പാപബോധവും ഒരു നല്ല കുമ്പസാരവും നടത്താനും സാധിച്ചു. ദൈവമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ വന്നപ്പോൾ വലിയ ഒരു ആശ്വാസമായി. ദൈവത്തെ വിട്ട് ജീവിക്കുന്നത് അസ്വാതന്ത്ര്യത്തിലേക്കും അസ്വസ്ഥതയിലേക്കും മാത്രമാണ് നയിക്കുന്നത് എന്നുള്ള ബോധ്യവും ഉണ്ടായി. ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു, നമ്മുടെ ഓരോ തകർച്ചയും ദൈവവുമായിട്ട് നമ്മെ കൂടുതൽ കൂടുതൽ രൂപപ്പെടുത്താനുള്ളതാണെന്ന്. പാപാവസ്ഥയിലായിരിക്കുന്ന മനുഷ്യന് ഒരിക്കലും മറ്റുള്ളവരെ സ്നേഹിക്കാനോ നന്മ ചെയ്യാനോ സാധിക്കുകയില്ല. ദൈവസ്നേഹത്തിൽ നിന്നകന്ന് ഈ ലോക മോഹങ്ങളിൽപ്പെട്ട് നിസ്സഹാവസ്ഥയിലായിത്തീരുന്നു. പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയാണ്. അങ്ങനെയാണ് നമ്മൾ തഴക്കദോഷങ്ങളിൽ പെട്ടുപോകുന്നത്. ആഗ്രഹമുണ്ടായിട്ടല്ല ആരും തിന്മ ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ആഴ്ചയിൽ നമുക്ക് സംഭവിച്ച വീഴ്ചകളെ കുറിച്ച് ചിന്തിക്കാനുള്ള സമയമാണിത്. അതുപോലെ പാപത്തെക്കുറിച്ചും പാപാവസ്ഥകളെ കുറിച്ചും ചിന്തിക്കാം. ജീവിത മേഖലയിൽ ഏതെല്ലാം വിധത്തിലാണ് പാപത്തിന്റെ ഏതൊക്കെ മേഖലകളിലാണ് കെട്ടപ്പെട്ട് കിടക്കുന്നതെന്ന് വിചിന്തനം ചെയ്യാം. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 19-ാം തിരുവചനം, നാം ദൈവത്തിൽ നിന്നുള്ളവരാണെന്നും ലോകം മുഴുവൻ ദുഷ്ടന്റെ ശക്തി വലയത്തിലാണെന്നും നാം അറിയുന്നു. ഈ ലോകത്തിലായിരിക്കുന്നിടത്തോളം കാലം ഈ ദുഷ്ടശക്തികളുടെ സ്വാധീനം നമുക്കുണ്ടാവാം എന്നുള്ള ബോധ്യത്തോട് ജീവിതത്തെ നിയന്ത്രിക്കാം. പ്രാർത്ഥനയോടെ ആയിരിക്കാം. രഹസ്യ ജീവിതത്തിലെ വിശുദ്ധിയാണ് പരസ്യ ജീവിതത്തിലെ ശക്തി എന്ന് നമുക്ക് മറക്കാതിരിക്കാം. വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ 7-ാം ലേഖനം 24-ാം വാക്യത്തോട് ചേർന്ന്, പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ പാപാവസ്ഥകളിൽ വിശുദ്ധ പൗലോസ്ലീഹായെ പോലെ വിലപിക്കാം. ഞാൻ ദുർഭകനായ മനുഷ്യൻ, മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആര് മോചിപ്പിക്കും? ആമേൻ. നാം ഓരോരുത്തരും പാപികളായിരിക്കുന്നത് പാപം ചെയ്യുന്നത് കൊണ്ടല്ല, പാപത്തോടെ ജനിച്ചത് കൊണ്ടാണ് നാം പാപം ചെയ്യുന്നത്. നമ്മളുള്ള പാപാവസ്ഥ വേരോടുകൂടെ നമുക്ക് അറിയാനായിട്ട് സാധിക്കണം. ആ വേരിന്റെ ഏറ്റവും അറ്റത്തേക്ക് എത്തിച്ചെല്ലുവാനായിട്ട് പുഷ്പ ചേച്ചിയുടെ ഹൃദ്യമായ വചനങ്ങളിലൂടെ പാപാവസ്ഥയെ ആഴത്തിൽ മനസ്സിലാക്കി തരാനായിട്ട് പുഷ്പ ചേച്ചിക്ക് സാധിച്ചു. നന്ദിയുടെ പൂച്ചെട്ടുകൾ ചേച്ചിക്ക് സമർപ്പിക്കുന്നു. തന്റെ ജീവിതാനുഭവം നമ്മോട് പങ്കുവയ്ക്കുവാൻ ഒരുങ്ങി വന്നിരിക്കുന്ന സക്കറിയ ചേട്ടനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. യേശുവിൽ പ്രിയപ്പെട്ടവരെ, ഞാൻ സക്കറിയ, പെരുമ്പാവൂർ വല്ലം സെന്റ് തെരേസസ് ചർച്ച് ഇടവാങ്ങാം. ഭാര്യ, മകള്, കൊച്ചുമകള്, മരുമകൻ അടങ്ങുന്ന ചെറിയ കുടുംബം. പ്രിയപ്പെട്ടവരെ, 2000 ഡിസംബർ വരെ ഞാൻ കോതമംഗലം സെന്റ് ജോർജ് കത്തീഡ്രൽ ചർച്ച് ഇടവാംഗമായിരുന്നു. ഞായറാഴ്ച പള്ളിയിൽ പോകും, കുമ്പസാരം, കുർബാന, ബാക്കിയുള്ള സമയം വിൻസെന്റ് പോൾ സൊസൈറ്റിയിൽ പ്രവർത്തിക്കും, പ്രാർത്ഥനാക്കുൾ പങ്കെടുക്കും. 90കളുടെ മധ്യത്തോടെ ഞങ്ങൾ കോതമംഗലം രൂപതയിൽ കരിസ്മാറ്റിക് നവീകരണ പ്രസ്ഥാനം ശക്തിയോടെ കടന്നു വന്നു. ബഹുമാനപ്പെട്ട ജെയിംസ് കക്കുഴിയത്തിനും തോമസ് പ്രേഡമത്തിനും സിറിക് സാറും തോമസ് സാറും സേവർ സാറും തുടങ്ങിയവർ നേതൃത്വം നൽകി
അവരുടെ പ്രവർത്തനങ്ങളിൽ പ്രചോദനം കൊണ്ടുകൊണ്ട് ഞങ്ങൾ കോതമംഗലം മേഖല കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ രൂപതയിലൂടെ ഇടനീളം സഞ്ചരിച്ച് ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരുന്നു. ഞങ്ങൾ ഓരോ ഇടവകയിലും ഒരുമിച്ച് കൂടി ഈ 2 പേരായി തിരിഞ്ഞ് ഓരോ ഭവനങ്ങളിലും സന്ദർശിച്ച് അവരോട് സുവിശേഷം പറയുകയും ഷെയറിംഗ് നടത്തുകയും ഓരോ ഭവനങ്ങളിലും സന്ധ്യാപ്രാർത്ഥനയും ബൈബിളും ഉണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എനിക്ക് ആ സമയത്ത് എറണാകുളത്തേക്ക് ജോലി സ്ഥലമാറ്റമായി. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഇരുണ്ട കാലഘട്ടമായിരുന്നു അത്. എറണാകുളത്തെ ജീവിതം എന്നെ ചീത്തക്കുട്ടുകെട്ടുകളിലേക്ക് നയിച്ചു. ഞാൻ പാപത്തിൽ നിന്നും പാപത്തിലേക്കും തിന്മയിൽ നിന്നും തിന്മയിലേക്കും സഞ്ചരിച്ചു. ദൈവത്തെ മറന്നു. ഞാൻ പള്ളിയിൽ പോകാതായി, കുമ്പസാരവും കുർബാനയില്ലാതായി, ദൈവത്തിന്റെ കൽപ്പനകൾ ലംഘിക്കുകയും നിയമങ്ങൾ പാലിക്കാതിരിക്കുകയും ചെയ്തു. ഞാൻ ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയോട് പുറംതിരിഞ്ഞു നിന്ന് ദൈവത്തോട് മറുതലിച്ചതിനാൽ ഞാൻ പാപാവസ്ഥയിലായി. പിശാചെന്നെ പതിര് പോലെ പാറ്റിക്കൊണ്ടിരുന്നു. എൻ്റെ വഴിവിട്ട ജീവിതത്തിലെ ഫലമായി വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എനിക്ക് അനുഭവപ്പെട്ടു. വീട്ടിൽ കലഹങ്ങളായി, മനസ്സമാധാനം നഷ്ടപ്പെട്ടു. ഒടുവിൽ ഞാൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. എന്നാൽ ആത്മഹത്യ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് തന്നെ അടുത്ത വീട്ടിലെ സാറാക്കുട്ടി ചേച്ചിയുടെ രൂപത്തിൽ ദൈവം എന്നെ വന്ന് വിളിക്കുകയും എന്നെ രക്ഷിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, പിന്നീടുള്ള എൻ്റെ ജീവിതത്തിൽ ഉടനീളം വന്നത് അപകടങ്ങളുടെ പെരുമഴക്കാലമായിരുന്നു. ഞാനെന്നും എറണാകുളത്തിന് പോയിരുന്നു, ബൈക്കിലായിരുന്നു. വൈകുന്നേരം തിരിച്ചു വീട്ടിലേക്ക് വരുന്നു, ബൈക്കിൽ വരും. ഒരിക്കൽ ചമ്പക്കര പള്ളിയുടെ മുന്നിൽ വെച്ച് ഒരു കാറ് വന്ന് എന്നെ ഇടിച്ചു. ഞാൻ റോഡിലെ വീണെങ്കിൽ ദൈവം എന്നെ താങ്ങിക്കൊണ്ട് നിസ്സാര പരിക്കുകളോട് രക്ഷപ്പെട്ടു. മറ്റൊരു ദിവസം പുലർച്ചെ 4 മണിക്ക് വരിക്കോലി പള്ളിയുടെ മുമ്പിൽ വെച്ച് ഒരു ടോറോസ് ലോറിയുടെ അടിയിൽ നിന്നും ദൈവം എന്നെ അത്ഭുതകരമായി രക്ഷപ്പെടുത്തി. ഞാൻ ദൈവത്തെ മറന്നിരുന്നെങ്കിലും ദൈവം എന്നെ ഓർമ്മിച്ചുകൊണ്ടിരുന്നു. എൻ്റെ പേരിന്റെ അർത്ഥം തന്നെ ദൈവം എപ്പോഴും ഓർമ്മിക്കുന്നവനെന്നാണ്. പ്രിയപ്പെട്ടവരെ, കുറച്ച് നാൾ കഴിഞ്ഞ് ജോലി സ്ഥലത്തെ 2 നില കെട്ടിടത്തിന് മുകളിൽ നിന്ന് ഞാൻ വീണു. എൻ്റെ ഇടതുകാല് 2 സ്ഥലത്ത് ഒടിഞ്ഞു, പാദം തിരിഞ്ഞുപോയി. ഗുരുതരമായി പരിക്കേറ്റ ഞാൻ 2 വർഷം ബെഡ് റെസ്റ്റിലായിരുന്നു. ഈ സമയം ഞാൻ ബൈബിൾ വായിക്കാനും പ്രാർത്ഥിക്കാനും ധ്യാനിക്കാനും ഒക്കെ ഉപയോഗിച്ചു. പ്രിയപ്പെട്ടവരെ, 2019 അതിശക്തമായ ഒരു ഹാർട്ട് അറ്റാക്ക് എനിക്ക് വന്നു. എൻ്റെ ഹൃദയത്തിന് 4 ബ്ലോക്ക്, ഒരെണ്ണം ആൻജിയോപ്ലാസ്റ്റി ചെയ്തു. 11 ഗുളികകൾ സ്ഥിരം കഴിക്കണമായിരുന്നു. ഈ സമയം ഇടവകയിലെ പ്രാർത്ഥന ഗ്രൂപ്പൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പതുക്കെ എൻ്റെ ജീവിതത്തിലേക്ക് അറിവ് തിരിച്ചറിവായിട്ട് കടന്നു വന്നു. ബോധം സുഖമായിട്ട് കടന്നു വരുന്നു, മനസ്സിലേക്ക് പ്രശ്നം കടന്നു വന്നു. ഞാൻ എൻ്റെ പാപാവസ്ഥയെക്കുറിച്ച് അറിയുകയും ദൈവത്തോട് വിളിച്ച് കരയുകയും ചെയ്തു. ദൈവമേ, ഞാൻ പാപികളൊന്നാമൻ, ദുർഭകനായ മനുഷ്യൻ, എന്നോട് കരുണ കാണിക്കണമേ. ദൈവം എപ്പോഴും എന്നെ സ്നേഹിച്ചിരുന്നു, കരുണ കാണിച്ചിരുന്നു. എങ്കിലും ഞാൻ പാപാവസ്ഥയിലായിരുന്നതിനാൽ ദൈവത്തിന്റെ കൃപ എന്നിലേക്ക് വന്നിരുന്നില്ല. പാപമോചനത്തിനായി ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു. അതിന് ഞാൻ ഒരുപാട് ധ്യാന കേന്ദ്രങ്ങളിൽ പോയി ധ്യാനങ്ങളിൽ പങ്കെടുത്തു. ഒരുപാട് പള്ളികളിൽ നേർച്ച കാഴ്ചകളൊക്കെ സമർപ്പിച്ചു. അതിനുശേഷം ഞാൻ പല പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലും പോയി പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലൊക്കെ പങ്കെടുത്തു. അതിനുശേഷം എനിക്ക് യാതൊരുവിധ അല്പം ആശ്വാസമൊക്കെ കിട്ടിയെന്നല്ലാതെ ഒരിക്കലും ഒരു പൂർണ്ണമായൊരു പാപമോചനം എനിക്ക് ഒരിക്കലും ലഭിച്ചിരുന്നില്ല. ആ സമയത്താണ് എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് കരിക്മ പ്രിലിംസിനെ കുറിച്ച് സംസാരിക്കുകയും ഞാൻ ആ കോഴ്സിൽ പങ്കെടുക്കുകയും ചെയ്തു. 2ാമത്തെ ക്ലാസ്സിൽ മെൻറ്ററായിരുന്ന ഗീത ജക്കോ ഫുൾ കോഴ്സ് കൂടുന്നതിൻ്റെ പ്രാധാന്യത്തെ പറയുകയും ഞാൻ ആ ആഴ്ച തന്നെ കറുകറ്റയിലെ മിസ്സിയോ ഭവനെത്തുകയും ഫുൾ കോഴ്സിൽ ചേരുകയും ചെയ്തു. ദൈവത്തിൻ്റെ നിറസാന്നിധ്യവും ദൈവത്തിൻ്റെ കയ്യൊപ്പും പതിഞ്ഞ ആ മിസ്സിയോ ഭവനിൽ എത്തിയപ്പോൾ തന്നെ എനിക്ക് ഒരു സമാധാനം തോന്നി. അവിടുത്തെ അന്തരീക്ഷം ഏതൊരു ഭാരപ്പെട്ട മനസ്സിനെയും ഭാരം ലഘൂകരിക്കുന്നതായിരുന്നു. ഞാൻ അധ്യാപകരുടെ മോചനത്തെക്കുറിച്ചും
പാപത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനെ കുറിച്ചും പാപാവസ്ഥയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നതിനെ കുറിച്ചും ആഴത്തിലും പരപ്പിലും അതിൻ്റെ സമഗ്രതയിലും എടുത്ത ക്ലാസ്സുകൾ എന്നെ ആഴത്തിൽ സ്പർശിച്ചു. ക്ലാസ്സുകൾ നടക്കുന്നതോടൊപ്പം തന്നെ അവിടെ കുമ്പസാരത്തിനുള്ള ഒരുക്കങ്ങളും നടന്നിരുന്നു. കുമ്പസാര ദിവസം ഞാൻ എൻ്റെ പാപങ്ങളെല്ലാം ദൈവത്തോട് ഏറ്റുപറയുകയും എന്നിൽ മറന്നു കിടന്നിരുന്നതും ഞാൻ ഓർക്കാതെ പോയതുമല്ല എല്ലാ പാപങ്ങളും പരിശുദ്ധമാവിനെ ഓർമ്മപ്പെടുത്തുകയും ഞാൻ നല്ല കുമ്പസാരം നടത്തുകയും ചെയ്തു. കുമ്പസാരം കഴിഞ്ഞപ്പോൾ എനിക്ക് എന്നൊന്നില്ലാത്ത അവാച്യമായ ഒരു ആനന്ദം അനുഭവപ്പെട്ടു. ലോകത്തോട് മുഴുക്കും എനിക്ക് സ്നേഹം തോന്നി. എന്നെ ദ്രോഹിച്ചവരോടും ഞാൻ ദ്രോഹിച്ചവരോടും ഈ ലോകം മുഴുവൻ എല്ലാ ജീവജാലങ്ങളോടും അതിയായ സ്നേഹം എനിക്ക് തോന്നി. അലൗകികമായ ഒരു ആനന്ദം എന്നെയും എൻ്റെ ഹൃദയത്തെയും മനസ്സിനെയും പൊതിയുന്നതായിട്ട് ഞാൻ തിരിച്ചറിഞ്ഞു. എനിക്ക് വളരെയധികം മനസ്സമാധാനം തോന്നി. ലോകം മുഴുവനും സമാധാനത്തിലായിരിക്കുന്നതായി ഞാൻ കരുതി. പിതാവായ ദൈവം നമ്മുടെ കൂടെയുണ്ടെങ്കിൽ കടലിന്റെ നടുവിലോ അഗ്നിയുടെ നടുവിലോ സമാധാനത്തോടെ നമുക്ക് കിടന്നുറങ്ങാൻ സാധിക്കും. അത്രമാത്രം ആത്മവിശ്വാസം എനിക്ക് ആ കുമ്പസാരത്തിലൂടെ ലഭിച്ചു. ദൈവം എൻ്റെ അനവധിയായ നിരവധിയായ പാപങ്ങൾ പുറത്തു എന്നെ വിടുതൽ നൽകി പാപാവസ്ഥയിൽ നിന്ന് മോചിപ്പിച്ചു എന്ന് എനിക്ക് മനസ്സിലും ശരീരത്തിലും ആത്മാവിലും അനുഭവപ്പെട്ടു. ഞാൻ കോഴ്സിന്റെ 5-ാമത്തെ ദിവസം എനിക്ക് ദൈവവുമായ ഒരു കൂടിക്കാഴ്ച തരപ്പെട്ടു. തലേ ദിവസം കുമ്പസാരിക്കാനായി വന്ന ഒരു അച്ഛൻ്റെ രൂപത്തിൽ ദൈവം എനിക്ക് ദർശനം നൽകി. ദൈവം എന്നെ തൊട്ടു. എൻ്റെ ഹൃദയത്തിൻ്റെ ബ്ലോക്കുകളെല്ലാം ദൈവം തുടച്ചും നീക്കി. പാട്ട് പാടാനും ദർശനം കാണാനും പ്രഘോഷണ വരങ്ങൾ 30 മേനി 60 മേനിയുമായി അവിടുന്ന് എനിക്ക് വർദ്ധിപ്പിച്ചു തന്നു. ഞാൻ തിരുസന്നിധിയിൽ മുട്ടുമടക്കി ദൈവത്തോട് ഞാൻ പറഞ്ഞു, പിതാവായ ദൈവമേ, ഇനി ഈ നിമിഷം മുതൽ എൻ്റെ ജീവിതത്തിൽ അങ്ങേക്കെതിരായി ഒരു കുഞ്ഞു പാവം പോലും ഒരു തിന്മ പോലും ഞാൻ പ്രവർത്തിക്കുകയില്ല. അങ്ങയുടെ കൽപ്പനകൾ അനുസരിച്ച് അങ്ങയുടെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഞാൻ അങ്ങേക്ക് ഇഷ്ടപ്പെട്ട മകനായി ജീവിച്ചുകൊള്ളാം. ഞാനൊരു അൽമായനായിരുന്നുവെങ്കിലും ദൈവ തിരുസന്നിധിയിൽ ഞാൻ പറഞ്ഞു, ഒരു ഏഷ്യതുല്യമായ അല്ലെങ്കിൽ ഒരു സന്യസ്തരുടെ സമർപ്പിച്ച ജീവിതം ഞാനും നയിച്ചുകൊള്ളാം. ഈ നിമിഷം വരെ ഞാൻ എൻ്റെ പ്രതിജ്ഞ വളരെ കാത്തു സൂക്ഷിക്കുന്നു. പ്രിയപ്പെട്ടവർ, അതത്ര നിസ്സാരമായ എളുപ്പം ക്ഷപ്രസാധ്യമൊന്നുമല്ല. വളരെയധികം പ്രലോഭനങ്ങളൊക്കെ നമ്മൾ നേരിടേണ്ടി വരും. എങ്കിലും ഞാൻ ദൈവം നൽകുന്ന കരുത്തോടെ എൻ്റെ കൽപ്പന, എൻ്റെ പ്രതിജ്ഞ ഞാൻ ദൈവത്തിന് മുമ്പിൽ പാലിച്ച് ജീവിക്കുന്നു. ദൈവം തൻ്റെ കൃപ നമ്മുടെ മേൽ സമർത്ഥമായി വർഷിക്കട്ടെ. തന്റെ ജീവിത സാക്ഷ്യത്തിലൂടെ പാപത്തിന്റെ അടിമത്തിൽ നിന്ന് മോചിതനായി താൻ സ്വീകരിച്ച ഈശോയെ നമുക്ക് പകർന്നു തന്ന് ഈശോയുടെ സാക്ഷിയായ സക്കറിയ ചേട്ടന് ഒത്തിരി നന്ദി. വചനങ്ങളെ അടിസ്ഥാനമാക്കി പാപാവസ്ഥ എന്ന വിഷയത്തെ കുറിച്ച് ആധികാരികമായി നമ്മോട് പങ്കുവയ്ക്കാൻ സ്ലൈഡ് പ്രസന്റേഷനായി കാർമലി ചേച്ചിയെ സ്വാഗതം ചെയ്യുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവം നമ്മെ എത്ര അധികമായി വ്യക്തിപരമായി വ്യവസ്ഥകളില്ലാതെ സ്നേഹിക്കുന്നുവെന്ന് കണ്ടും മനസ്സിലാക്കിയും വായിച്ചും വചനവിചിന്തനം നടത്തിയും ഒക്കെ കടന്നുപോയ ഒരു ആഴ്ചയാണ് കഴിഞ്ഞ ആഴ്ച. എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ സ്നേഹം നമുക്ക് അത്ര കണ്ട് അനുഭവിക്കാനും മറ്റുള്ളവരുമായി പങ്കുവച്ച് ജീവിക്കാനും കഴിയാതെ പോകുന്നത് എന്നുള്ള അതിന്റെ കാരണം കണ്ടെത്തുകയാണ് നാം ഈ ആഴ്ചയിൽ ചെയ്യുന്നത്. ആ കാരണമാണ് നമ്മിൽ കുടികൊള്ളുന്ന പാപാവസ്ഥ. പാപം ചെയ്യുന്നവൻ സ്വന്തം ജീവന്റെ ശത്രുവാണ് എന്ന് തോബിത്ത് 12:10 പറയുന്നു. എന്തുകൊണ്ടാണ് മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ ഇങ്ങനെ പാപാവസ്ഥയിലായി എന്ന് പറയുന്നത്? ഈ ചിത്രം നോക്കുക. ബലിഷ്ഠനായ ഒരു മനുഷ്യൻ ചെങ്ങലയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അക്വേറിയത്തിൽ കിടക്കുന്ന മീനിനെ കണ്ടിട്ടുണ്ടാവും. അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും അനായാസേനം നദിയിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ആ മീനിന് ഈ അക്വേറിയത്തിൽ പരിമിതപ്പെട്ട് മുൻപോട്ടും പിറകോട്ടും ചലിക്കാനും താഴേക്ക് വരാനും മാത്രമേ സാധിക്കുന്നുള്ളൂ. ഇതുപോലെയാണ് പാപാവസ്ഥ, ചങ്ങലകളാൽ കെട്ടപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരവസ്ഥ നമുക്ക് വരുന്നത്?
പാപം ചെയ്യുന്നവൻ സ്വന്തം ജീവന്റെ ശത്രുവാകുന്നു. ഇവിടെ നോക്കുക, ദൈവത്തിന്റെ അപരിമേയമായ സ്നേഹം അനുഭവിച്ചറിയാനും അത് മറ്റുള്ളവരുമായി പങ്കുവെച്ച് ജീവിക്കുവാനും നമുക്ക് തടസ്സമായി നിൽക്കുന്നത് നമ്മുടെ ഈ പാപാവസ്ഥയാണ്. അപ്പോൾ ദൈവത്തിന്റെ സ്നേഹം മറ്റുള്ളവരുമായി പങ്കുവെച്ച് അനുഭവിച്ച് ജീവിക്കുവാൻ തടസ്സമായി നിൽക്കുന്ന ഈ അവസ്ഥ, ആ അവസ്ഥ നമ്മിലുണ്ട് എന്നുള്ളത് തിരിച്ചറിയുന്ന ഒരാഴ്ചയാണ് അടുത്ത ആഴ്ച. എന്തായിരുന്നു ദൈവിക പദ്ധതി? ദൈവമനുഷ്യ പങ്കാളിത്തത്തിലൂടെ ദൈവരാജ്യത്തിന്റെ സ്നേഹാനുഭവം ലോകത്ത് കൊണ്ടുവരുവാനും ദൈവിക പദ്ധതിയിൽ ദൈവം മനുഷ്യനെ ഉൾച്ചേർത്തു. തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച് അവനെ ഈ ദൈവമനുഷ്യ പങ്കാളിത്തത്തിന് വേണ്ടി ഉപയോഗിക്കുവാനായിരുന്നു ദൈവം പദ്ധതിയിട്ടത്. എന്നാൽ മനുഷ്യൻ എന്താണ് ചെയ്തത്? ആദ്യ മാതാപിതാക്കൾ ചെയ്തത് എന്താണെന്ന് നമുക്കറിയാം. ഈ മനോഹരമായ രക്ഷാകരമായ ദൈവിക പദ്ധതിയെ മനുഷ്യൻ നിരാകരിച്ചു, നിഷേധിച്ചു, തകിടം മറിച്ചു. അങ്ങനെ അവൻ ദൈവസ്നേഹാനുഭവം നഷ്ടമാക്കി, ദൈവത്തിൽ നിന്ന് അകന്നു. ഈ ദൈവത്തിൽ നിന്ന് അകലുന്നതാണ് ശരിക്കും പാപാവസ്ഥ എന്ന് പറയുന്നത്. ദൈവസ്നേഹത്തിൽ നിന്നും മാറിപ്പോകുന്നതാണ് പാപാവസ്ഥ. പ്രിയപ്പെട്ടവരെ, ഈ ദൈവിക പദ്ധതിയെ തകിടം മറിക്കുവാനായിട്ട് നമുക്കറിയാം ആരാണ് കടന്നു വന്നത് എന്ന്. ദൈവം തന്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെന്ന് നമ്മൾ കണ്ടു. സ്വന്തം ദൈവത്തിന്റെ രൂപസാദൃശ്യത്തിലായിരുന്ന അവരോട് വന്നിട്ട് എന്താണ് സാത്താൻ പറഞ്ഞത്? സംശയത്തിന്റെ വിത്ത് വിതയ്ക്കുകയാണ്. നീ ഇത് പറിച്ചു കഴിച്ചാൽ ദൈവത്തെ പോലെ ആകുമെന്ന്. ദൈവത്തെ പോലെ തന്നെയാണ് ആദ്യ മാതാപിതാക്കൾ ഇരുന്നത് എന്നുള്ളത് നാം പ്രത്യേകം ഓർക്കണം. അത് കൃത്യമായി നാം മനസ്സിലാക്കണം. ശത്രു സംശയത്തിന്റെ വിത്ത് വിതയ്ക്കുന്നു. സ്വാഭാവികമായി ആ സാത്താന്യ ശ്രമത്തിൽ ആദ്യ മാതാപിതാക്കൾ പെട്ടുപോകുന്നു, അവർ പരാജയപ്പെടുന്നു. ആ കേട്ട ദൈവത്തെ പോലെ ആകുമെന്ന ആ വാക്ക് കേട്ട് അവർ സ്വന്തം ഛായയും സാദൃശ്യത്തെയും മറന്ന് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന കാഴ്ചയാണ് നമ്മൾ പിന്നീട് കാണുന്നത്. അപ്പോഴെന്താണ് അവർക്ക് നഷ്ടപ്പെട്ടത്? ആ സംശയം അങ്ങ് വളർന്നു. ദൈവത്തെ പോലെ ആകും, ദൈവത്തെ പോലെ തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ രൂപസാദൃശ്യം വീണ്ടും വേറെ ഏത് ലഭിക്കാനാണ്? എന്നാൽ ആ സംശയം വളർന്ന് പ്രവൃത്തിയിലേക്ക് നീണ്ടപ്പോൾ എന്താണ് അവർക്ക് നഷ്ടമായത്? അധികാരവും സകല ലോകത്തിന്റെ മേലുള്ള, ഭൂമിയുടെ മേലുള്ള സകല ആധിപത്യങ്ങളും അധികാരങ്ങളും എല്ലാം ആദിമാതാപിതാക്കൾക്ക് ദൈവം നൽകിയിരുന്നു, സ്വാതന്ത്ര്യം നൽകിയിരുന്നു. തന്നോടൊപ്പം സഞ്ചരിക്കാൻ, തൻ്റെ കൂടെ നടക്കാൻ ഒക്കെ സ്വാതന്ത്ര്യം നൽകിയിരുന്നു. എന്നാൽ അതെല്ലാം അവനെ പാപത്തിന്റെ വഴികളിലേക്ക് തിരിച്ചുവിടാനായിട്ട് ഇടയാക്കിയത് ഈ സാത്താന്റെ സംശയം വളർത്തുന്ന വാക്കായിരുന്നു, നീ ദൈവത്തെ പോലെ ആകുമെന്നുള്ളത്. അത് വളർന്ന് പ്രവൃത്തിയിലേക്ക് മാറിയപ്പോൾ അവന് നഷ്ടമായത് ദൈവവുമായി അടുത്തിടപഴകിയിരുന്ന നല്ല നിമിഷങ്ങളാണ്, ദൈവത്തിന്റെ കൂടെ വിലാത്തിയിരുന്ന സ്നേഹബന്ധങ്ങളാണ്, അല്ലെ? അപ്പോൾ നമ്മുടെ സംശയത്തെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഈ സാത്താൻ പ്രലോഭനത്തിൽ അകപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അത് എന്തൊരു വലിയ കുടില തന്ത്രമാണ്, എന്തൊരു കുതന്ത്രമാണെന്ന് നോക്കണം. നമുക്ക് അറിയാമായിരുന്ന സത്യത്തെ വളച്ചൊടിച്ച് പിശാച് ഉപയോഗിക്കുന്നു. ഇങ്ങനെ തന്നെയല്ലേ ഇപ്പോഴും സംഭവിക്കുന്നത്? ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളെയും ദൈവിക സമ്മാനങ്ങളെയും ദൈവിക പദ്ധതികളെയും എല്ലാം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സാത്താൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പല സന്ദർഭങ്ങളും നമുക്കുണ്ടാകാറുണ്ട്. 3:1-7 എന്താണ് പറയുന്നത് നോക്കുക. സാത്താന്റെ പ്രലോഭനത്തിലാകപ്പെട്ട് അവന്റെ വാക്കാൽ പ്രവർത്തിച്ചത് വഴി എന്നേക്കുമായി സാത്താന്റെ അടിമയാക്കപ്പെട്ടു. അങ്ങനെ അവർക്ക് നഷ്ടമായതോ ദൈവിക ജീവനും അധികാരവും സ്വാതന്ത്ര്യവും ദൈവേശത്തോട് ചേർന്ന് പ്രവർത്തിക്കാനുള്ള എല്ലാ പദ്ധതികളും എല്ലാം തകിടം മറിയുകയാണ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ കണ്ടു, എല്ലാം നിരാകരിച്ചു, നിഷേധിച്ചു, തകിടം മറിച്ചു, എല്ലാം നഷ്ടമായി. അപ്പോഴാണ് അവൻ കേൾക്കുന്നത്, ആദം നീ എവിടെ എന്നുള്ള ഒരു ശബ്ദം കേൾക്കുന്നത്. അപ്പൊ ദൈവത്തെ മറഞ്ഞു നിൽക്കാനാണ് അവന് താല്പര്യം ഉണ്ടായത്. അതായത് ദൈവിക സ്നേഹത്തിൽ നിന്ന് മാറി നിൽക്കുന്നതാണ്, മറിഞ്ഞു നിൽക്കുന്നതാണ് നമ്മിലെ പാപാവസ്ഥ എന്ന് പറയുന്നത്. എപ്പോഴൊക്കെ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് മനുഷ്യൻ അകന്നു പോകുന്നുവോ അതെല്ലാം നാം പാപാവസ്ഥയിലായിരിക്കുന്നത് കൊണ്ടാണ്. ഏശയ്യ 59:2 പറയുന്നത് ഇപ്രകാരമാണ്, നിന്റെ അകൃത്യങ്ങൾ, അതായത് നീ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, നിന്റെ ചെയ്യരുതാത്ത കാര്യങ്ങൾ, നീ അരുതായ്മകൾ നീ ചെയ്യരുതെന്ന് ഞാൻ നിഷ്കർഷിച്ചവ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നുവെന്ന്. നിന്റെ പാപങ്ങൾ അവിടുത്തെ മുഖം നിന്നിൽ നിന്ന് മറച്ചിരിക്കുന്നു എന്നാണ് ഏശയ്യ 59:2 പറയുന്നത്. അതായത് നമ്മുടെ പ്രവൃത്തികൾ, അതായത് നമ്മുടെ അകൃത്യങ്ങൾ ദൈവവും നാമും തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കുകയാണ് ചെയ്യുന്നത്. നിന്റെ പാപങ്ങൾ അവിടുത്തെ മുഖം നിന്നിൽ നിന്ന് മറച്ചിരിക്കുന്നു എന്ന് പറയുകയാണ്. അപ്പോ പാപാവസ്ഥ മനുഷ്യനെ
ദൈവവുമായി അകറ്റുന്നു. എന്തായിരുന്നു ആദിമാതാപിതാക്കൾക്ക് കൊടുത്തിരുന്ന ഉത്തരവാദിത്വം അല്ലെങ്കിൽ ദൗത്യം? വളർത്തുക. ലോകത്തിലെ സർവ്വ ജീവജാലങ്ങളെയും നോക്കി വളർത്തി സംരക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആവശ്യപ്പെട്ടത്. ആകെ അനുസരിക്കാൻ വേണ്ടി ഒരു കാര്യമാണ് പറഞ്ഞത്. എന്തായിരുന്നു അത്? നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം മാത്രം ഭക്ഷിക്കരുത്, മരിക്കും. അപ്പൊ വളർത്തുവാൻ അനുസരിക്കുവാനും ആവശ്യപ്പെട്ടപ്പോൾ ആദിമാതാപിതാക്കൾ ചെയ്തത് എന്തായിരുന്നു? ദൈവത്തിന്റെ വാക്കുകൾ വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്ത് അവർ ജീവൻ സ്വന്തമാക്കിയോ? ഇല്ല. ദൈവത്തിന്റെ വാക്കുകൾ അനുസരിച്ചിരുന്നെങ്കിൽ, വിശ്വസിച്ചിരുന്നെങ്കിൽ നാം ഇപ്പോഴും ഒരു സ്വർഗ സൗഭാഗ്യം അനുസരിക്കുന്ന ഒരു ജനതയായിരിക്കുമെന്ന് ഒന്ന് സങ്കല്പിച്ചു നോക്കുക. അപ്പൊ ദൈവത്തിന്റെ വാക്കുകൾ വിശ്വസിച്ചില്ല, അനുസരിച്ചില്ല, ദൈവിക ജീവൻ വിച്ഛേദിക്കപ്പെട്ടു അവരിൽ നിന്നും. ദൈവത്തിന്റെ സൗഹൃദം എല്ലാം അവന് നഷ്ടപ്പെട്ടു. ദൈവരാജ്യ അനുഭവം, ദൈവസ്നേഹം എല്ലാം നഷ്ടപ്പെടുകയാണ്. എന്നാൽ പിശാചിന്റെ വാക്കുകൾ കേൾക്കുന്നു, തിന്മയുടെ അടിമത്തത്തിലാവുന്നു. അങ്ങനെ ദൈവിക ജീവനിൽ നിന്ന് വേർപെട്ട് മരണമാണ് മനുഷ്യന് സംഭവിക്കുന്നത്. രണ്ടു പേരുടെ വാക്ക് കേൾക്കുന്നു, ദൈവത്തിന്റെ, പിശാചിന്റെ. ദൈവത്തിന്റെ വാക്കുകളെ ധിക്കരിക്കുന്നു, പിശാചിന്റെ വാക്കുകളുടെ മേൽ അവൻ അടിമത്തം ഭാവിക്കുന്നു. അതാണ് തിന്മ. ആ തിന്മയുടെ അടിമത്തത്തിലായിരിക്കുന്നവൻ, ഇവിടെ നോക്കുക, 2 പത്രോസ് 2:19 അത് പ്രത്യേകം പറയുന്നുണ്ട്. ഏതിനാൽ ഒരുവൻ തോൽപ്പിക്കപ്പെടുന്നു. ഇവിടെ ആദ്യ മാതാപിതാക്കൾ തോറ്റ ഇടം എന്ന് പറഞ്ഞത് ഈ സാത്താന്റെ മുമ്പിൽ തോൽപ്പിക്കപ്പെടുകയാണ്. സാത്താൻ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. സാത്താനെ തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഏതിനാൽ ഒരുവൻ തോൽപ്പിക്കപ്പെടുന്നുവോ അതിന്റെ അടിമയാണ്. അപ്പൊ ദൈവിക വാക്കിനാൽ തോൽപ്പിക്കപ്പെട്ടില്ല. ഇപ്പൊ മാതാപിതാക്കൾ ഒരു കാര്യം പറയുന്നു, കുട്ടി അത് അനുസരിക്കുകയാണെങ്കിൽ അവന് യാതൊരു കുഴപ്പങ്ങളും വരില്ല. എന്നാൽ ഒരു കൂട്ടുകാരൻ പറയുന്നു, അത് കേൾക്കുന്നു, ഒരു പക്ഷേ അവൻ ജയിലിലാകാം, മരണപ്പെട്ടു പോകാം, ജീവഹാനിക്ക് തന്നെ തടസ്സം വരാം, ഒരുപാട് അപകടങ്ങൾ ഉണ്ടാവാം. അപ്പോൾ ദൈവിക വാക്കിനാൽ തോൽപ്പിക്കപ്പെട്ടില്ല, എന്നാൽ പിശാചിന്റെ വാക്കിനാൽ ആദ്യ മാതാപിതാക്കൾ തോൽപ്പിക്കപ്പെടുകയാണ്. അങ്ങനെ അവൻ അടിമത്തത്തിലാവുകയാണ്. ഏതിനാൽ ഒരുവൻ തോൽപ്പിക്കപ്പെടുന്നു അതിന്റെ അടിമയാണ്. പിശാചിനാൽ തോൽപ്പിക്കപ്പെട്ടു, അതിന്റെ അടിമയാവുന്നു. റോമ 6:16 ഇതേ കാര്യം പറയുന്നത് ഇപ്രകാരമാണ്. പ്രിയപ്പെട്ട മിസ്സിയ കുടുംബാംഗങ്ങളെ ശരിക്കും ശ്രദ്ധിച്ചു കേൾക്കണം. നിങ്ങൾ അനുസരണമുള്ള ദാസരെ പോലെ നിങ്ങളെ തന്നെ ആർക്കെങ്കിലും സമർപ്പിക്കുമ്പോൾ നിങ്ങൾ അവന്റെ അടിമകളാണെന്ന് അറിയുന്നില്ലേ? ഒന്നുകിൽ മരണത്തിലേക്ക് നയിക്കുന്ന പാപത്തിന്റെ അടിമകൾ, അല്ലെങ്കിൽ നീതിയിലേക്ക് നയിക്കുന്ന ദൈവത്തിന്റെ പ്രിയ മക്കളാവും. അപ്പോൾ അനുസരണമുള്ള ദാസരെ പോലെ സാത്താനെ അനുസരിക്കണോ ദൈവത്തെ അനുസരിക്കണോ എന്നുള്ള ഒരു ചോയ്സ് ആണ് നമ്മുടെ മുമ്പിൽ റോമ 6:16 പറയുന്നത്. അപ്പൊ മരണത്തിലേക്ക് നയിക്കുന്ന പാപത്തിന്റെ അടിമകളാവുന്നത് ഈ പാപാവസ്ഥ മൂലമാണ്. ദൈവത്തിൽ നിന്ന് അകലുന്നതുകൊണ്ടാണ്, ദൈവസ്നേഹാനുഭവത്തിൽ നിന്നും മാറിച്ചരിക്കുന്നത് കൊണ്ടാണ്. അപ്പോ പാപത്തിന്റെ അടിമകളാകുവാനല്ല, നീതിയിലേക്ക് നയിക്കുന്ന ദൈവമക്കളാകുവാനാണ് നമുക്കുള്ള ക്ഷണം. ലോകം മുഴുവൻ പാപത്തിന്റെ അടിമത്തത്തിലാണ് എന്ന് നമുക്ക് അറിയാം. ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, നീതിമാനായി ആരുമില്ല, ഒരുവൻ പോലും ഇല്ല, കാര്യം ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല, എല്ലാവരും വഴിതെറ്റിപ്പോയി, എല്ലാവർക്കും ഒന്നടങ്കം തെറ്റുപറ്റിയിരിക്കുന്നു, നന്മ ചെയ്യുന്നവനില്ല, ഒരുവൻ പോലും ഇല്ല. ഇവിടെ ഈ ഒരു വചനം വായിക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമം എൻ്റെ മനസ്സിലിങ്ങനെ ഒരുപാട് നാളത്തേക്ക് കയറിയിരുന്നു. അപ്പൊ നമ്മുടെ പല കാര്യങ്ങളിലും പല സന്ദർഭങ്ങളിലും നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്? ഞാൻ വലിയ തെറ്റൊന്നും ചെയ്യുന്നില്ല, ആരെയും അങ്ങനെ പ്രത്യേകമായിട്ട് ഉപദ്രവിക്കുന്നില്ല, പള്ളിയിലൊക്കെ പോകുന്നുണ്ട്. ഇവിടെ വചനം നോക്കുക, നീതിമാനായ ആരുമില്ല, ഒരുവൻ പോലും ഇല്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനില്ല, എല്ലാവരും വഴിതെറ്റിപ്പോയിരിക്കുന്നു, ഒന്നടങ്കം എല്ലാവർക്കും തെറ്റുപറ്റിയിരിക്കുന്നു. അപ്പൊ ലോകം മുഴുവൻ അടിമത്തത്തിലാണ്. ഈ പാപാവസ്ഥയുടെ അടിമത്തത്തിലാകാൻ എല്ലാവർക്കും ഒന്നടങ്കം തെറ്റുപറ്റിയിരിക്കുന്നുവെന്ന് ഇവിടെ പറയുന്നത് പാപാവസ്ഥയിൽ നാം ആയിരിക്കുന്നത് കൊണ്ടാണ്. ഇപ്പൊ പാപാവസ്ഥയിലാണ് സങ്കീർത്തകൻ, പാപാവസ്ഥയിലാണ് താൻ എന്ന് പ്രഖ്യാപിക്കുകയാണ് ഈ വചനത്തിലൂടെ. എന്താണ് പറയുന്നത്? പാപത്തോടെയാണ് ഞാൻ പിറന്നത്, അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ പാപിയായിരുന്നു എന്ന്. നമ്മുടെ ഉള്ളിലെല്ലാം, ഓരോ മനുഷ്യന്റെ ഉള്ളിൽ ഈ ഒരു കരച്ചിൽ ഉയരുന്നുണ്ട് എപ്പോഴും. പാപത്തോടെയാണ് ഞാൻ പിറന്നത്. അത് തിരിച്ചറിയാൻ ആണ് ഈ ഒരു സെഷൻ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. ആദ്യ മാതാപിതാക്കൾ മൂലം നാം അകപ്പെട്ടു പോയ പാപത്തിന്റെ ബന്ധനം അല്ലെങ്കിൽ ഈ പാപ അവസ്ഥ, അതിൽ നിന്ന് കരകയറാനുള്ള ഒരു ചിന്തയാണ് നാം ഈ ആഴ്ച പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ലോകത്തിന്റെ സ്വാധീനയുടെ ഒരു ചിത്രം നോക്കുക നിങ്ങൾ. നൂലിങ്ങനെ ബന്ധിച്ച് കിടക്കുന്ന ഒരു മനുഷ്യനെ കോർത്തു പിടിച്ചിരിക്കുന്നത് സാത്താനാണ്. അപ്പൊ നാം ദൈവത്തിൽ നിന്നുള്ളവരാണ്, എന്നാൽ ലോകം മുഴുവൻ ദുഷ്ടന്റെ ശക്തി വലയത്തിലാണെന്ന് നാം അറിയുന്നു. 1 യോഹന്നാൻ 5:19. ദൈവത്തിൽ നിന്നുള്ള ആദിമാതാപിതാക്കൾ ദൈവത്തിൽ നിന്ന് അകന്നത് നമ്മളിപ്പോൾ തൊട്ടു മുമ്പ് കണ്ടു. അപ്പൊ ലോകം മുഴുവൻ ദുഷ്ടന്റെ ഈ ശക്തി വലയത്തിലാണെന്ന് നമ്മൾ അറിയണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ലോകത്തിന്റെ സ്വാധീനത്തെ അതിജീവിക്കാനുള്ള ഒരു പ്രത്യുത്തരം നമുക്ക് കൊടുക്കാൻ കഴിയുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, അടിമത്തത്തിന്റെ ഫലം എന്താണ്?
പാപത്തിന്റെ ഭരണഫലം മരണമാണ്. എന്താണ് പാപം? ഒരാളെ ഞാൻ അടിക്കുന്നു, ഒരു പ്രവൃത്തി ചെയ്യുന്നു, ആ പ്രവൃത്തി അത് പാപമാണ്. എന്നാൽ ആ പ്രവൃത്തി മൂലം ആ പ്രവൃത്തി ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത് എന്തൊക്കെയോ ആണ്. അതിന് പിന്നിലുള്ള ആ വശങ്ങൾ മുഴുവനാണ് പാപാവസ്ഥ എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ ഒരു അനുഭവം ഓർക്കുന്നുണ്ട്. ഞാൻ ഞായറാഴ്ച പള്ളി പോകുന്ന ഒരു സാധാരണ ക്രിസ്ത്യാനിയായിരുന്നു ഞാൻ. അപ്പോൾ ഞായറാഴ്ച ധാരാളം സംഘടനകളുടെ മീറ്റിംഗ് ഉണ്ടാവും, അതുപോലെ തന്നെ സമ്മേളനങ്ങൾ ഉണ്ടാവും. ഇതിനൊക്കെ പോകും, അല്ലെങ്കിൽ മടിച്ചിരിക്കും, ഒരുപാട് നേരം റെസ്റ്റ് എടുക്കും. ഞാൻ ആ ഞായറാഴ്ചയെ ദുരുപയോഗം ചെയ്യുന്ന നല്ലൊരു ഒരു സ്വഭാവ ദൂഷ്യം, അതായത് ഒരു പാപാവസ്ഥ എന്നിലുണ്ടായിരുന്നു. തന്മൂലം സംഭവിച്ചെന്താണെന്നറിയോ? കുട്ടികളൊക്കെ ഇതുപോലെ തന്നെ ഞായറാഴ്ച ആചരണത്തോട് വലിയ താല്പര്യമൊന്നുമില്ല. അന്നായി ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും മോശം ഭക്ഷണം. കാരണം ഞാനിങ്ങനെ പോവുകയൊക്കെ ചെയ്യുമ്പോൾ അവര് ഒറ്റപ്പെടുന്നു. ഇതെല്ലാം എൻ്റെ പാപാവസ്ഥയാണ്. ഞാൻ ചെയ്തത് എന്താണ്? 1-ാം പ്രമാണ ലംഘനം. അതായത് ഞായറാഴ്ചക്ക് വേണ്ടുന്നത്ര പ്രാധാന്യം കൊടുത്തില്ല, സാബത്ത് ആചരിച്ചില്ല. ആ ഒരു പാപം എന്നിൽ നിന്ന് ഉണ്ടാക്കിയ പാപാവസ്ഥകൾ എന്തൊക്കെയാണ്? എനിക്കിങ്ങനെ പോണം, എൻ്റെ മഹിമ, എനിക്ക് പണമൊക്കെ കിട്ടുന്നുണ്ട്, അപ്പൊ ഇതുപോലെ ഓരോ സംഘടനകളിൽ ക്ലാസ് എടുക്കാനൊക്കെ പോവുകയൊക്കെ ചെയ്യുമ്പോൾ ആ സാമ്പത്തിക ലാഭമുണ്ട്, നമുക്കൊരു എന്താ പറയാ അഹങ്കരിക്കുന്ന ഒരു പ്രകൃതം. ഇതൊക്കെ എൻ്റെ പാപാവസ്ഥയാണ്. ചെയ്ത പാപം എന്താണ്? കുർബാന വലിയ അധിക താല്പര്യത്തോടെ കണ്ടില്ല. ആ ദിവസത്തെ ഞാൻ മലിനമാക്കി. അപ്പൊ ഇതുകൊണ്ട് വന്നത് എന്താണ്? കുടുംബത്തിന് മുഴുവൻ. അപ്പൊ എനിക്ക് മിസ്സിയോയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് ഈ ഒരു ക്ലാസ് ഒക്കെ ഞാൻ വളരെയധികം തീക്ഷ്ണമായിട്ട് കേൾക്കുകയും പിന്നെ മിസ്സിയോയുടെ ബാച്ച് 7 മുതൽ ഇതിൽ പങ്കെടുക്കുകയും ഫിസിക്കൽ കോഴ്സിൽ കൂടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ കുടുംബം ഒന്നടങ്കം ഞാൻ ഫിസിക്കൽ കോഴ്സിൽ പോയി. ഈ അടുത്ത് ഒരു പ്രാവശ്യം കൂടെ ഒന്നുകൂടെ പങ്കെടുക്കാൻ വേണ്ടി പറ്റി. ഇപ്പോഴൊക്കെ ഞാൻ അതിൽ നിന്ന് പൂർണ്ണമായിട്ടും വിടുതൽ പ്രാപിച്ച് ഞായറാഴ്ചയെ പരിശുദ്ധമായി ആചരിക്കുവാൻ വേണ്ടിയിട്ട് തീരുമാനം എടുക്കുകയും എല്ലാവരും അതേ ദിവസം ആ ഞായറാഴ്ചയുടെ കിട്ടുന്ന എല്ലാ സന്ദർഭങ്ങളും ആകെ ഭക്ഷണം ഉണ്ടാക്കുന്ന ഒഴികെ മറ്റൊരു പ്രവർത്തിക്കും പോവാതെ വചനം വായിക്കാനും വചനത്തിൽ ആഴപ്പെടാനും ഒക്കെ തുടങ്ങി. പ്രിയപ്പെട്ടവരിവിടെ നിങ്ങൾ നോക്കുക, ഇങ്ങനെ പാപാവസ്ഥയിലായപ്പോൾ എനിക്ക് സംഭവിച്ചത് അതേ കാര്യങ്ങളാണ് നിങ്ങൾ സ്ലൈഡിലൂടെ കാണുന്നത്. ബന്ധങ്ങൾ തകരുന്നു. ഇവിടെ ആദ്യ മാതാപിതാക്കൾ എന്താ ആദ്യം പറഞ്ഞത്? എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിന്റെ മാംസവും എന്നാണ് സ്ത്രീയെ കണ്ടപ്പോൾ ആദം പറയുന്നത്, അല്ലേ? പക്ഷേ ഈ ഹവ്വായിലൂടെ ഒരു തെറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേ, അല്ലെങ്കിൽ ആ ഒരു പാപബന്ധനത്തിലായി പാപാവസ്ഥയിലായി കഴിഞ്ഞപ്പോഴേ ആദം എന്താ പറയുന്നത്? അങ്ങ് എനിക്ക് തന്ന കൂട്ടിന് തന്ന സ്ത്രീ എന്നാ പറയുന്നത്. വളരെ നിസാരമായിട്ട് ആ കുറ്റങ്ങളെല്ലാം മറ്റൊരാളിലേക്ക് ചാരാനും പഴിചാരലിനും ഒക്കെ അങ്ങനെ ഒരു ബന്ധം തകരുന്ന ഒരവസ്ഥയിലേക്ക് ഈ പാപാവസ്ഥ നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. അപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ആ അടിമത്തത്തിലാകാതിരിക്കാനുള്ള ഒരു ശ്രമങ്ങൾ. അപ്പൊ ഈ ബന്ധങ്ങൾ തകരുന്നു എന്ന് പറയുമ്പോഴേ ഏതെല്ലാം ബന്ധങ്ങളാണ് തകരുന്നത്? ദൈവവുമായിട്ടുള്ള ബന്ധം. ഇപ്പൊ വളരെ തീക്ഷ്ണമായിട്ട് ഞായറാഴ്ച ആചരിക്കേണ്ടവനാണ് ഓരോ ക്രൈസ്തവനും. സാബത്താചരണം നമുക്കറിയാം, പഴയ നിയമത്തിലൊക്കെ വളരെ ശക്തമായിട്ട് പറയുന്നതാണ്. അബോധ്യമൊന്നും ഇല്ലാതെ വളർന്ന് ദൈവവുമായിട്ടുള്ള ആ ഒരു സ്നേഹബന്ധത്തിൽ നിന്ന് ഞാൻ അകലെയാണ്, ദൈവത്തിന്റെ സ്നേഹം നഷ്ടപ്പെടുന്നു. ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ട ആ നിമിഷങ്ങൾ അത്രയും എൻ്റെ മഹത്വത്തിന് വേണ്ടിയിട്ട്, അല്ലെ മറ്റുള്ളവർ പറയുന്ന നല്ല കാര്യങ്ങൾ അല്ലെ ഒന്ന് പൊഴുത്തി പറയുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ വശമതയാകുന്നു. അപ്പൊ അങ്ങനെ ഭയം വളരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഭയം, നമുക്കറിയാം ഇത് ചെയ്യുന്നത് തെറ്റാന്നുള്ളത് നന്നായിട്ട് അറിയാം, എല്ലാ മനുഷ്യനും അറിയാം. അപ്പൊ ചെയ്യുന്നില്ല എന്ന് പറയുന്നത് ആത്മവഞ്ചനയാവുന്നത് തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ വെറുപ്പും വിദ്വേഷം പിരിമുറുക്കവും എല്ലാം വരുന്നുണ്ട്. ഈ നമ്മൾ പോകുന്ന വഴികളിലൊക്കെ നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മളിൽ തന്നെ വീട്ടിൽ കയറി വരുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു പിരിമുറുക്കം ഉണ്ട്, ചെയ്യണത് തെറ്റാന്ന് കൃത്യമായിട്ട് അറിയാലോ. അപ്പൊ ആ ബന്ധങ്ങൾ നമുക്ക് നഷ്ടപ്പെടുന്നു, ഭയം വളരുന്നു, തന്നോട് തന്നെ ഒരു ബന്ധം ഇല്ലാതാകുന്നു, ഒരു നാണം, ലജ്ജ, ഒരു ഉൾവലിയല് എല്ലാം. അതായത് ഒരു ഇടവകയിൽ വളരെ സമൃദ്ധമായിട്ട് നമ്മൾ മറ്റുള്ളവരുടെ കാര്യങ്ങളും മറ്റുള്ളവരുമായിട്ട് സ്നേഹബന്ധത്തിലും സംസാരിക്കാനും ഒക്കെ ഉള്ള സമയമാണ് നമ്മൾ നഷ്ടപ്പെടുത്തി അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ആ പരസ്പര ബന്ധം, മറ്റു മനുഷ്യരുമായിട്ട് പഴി പറയുന്നു. എനിക്കതൊക്കെ നന്നായിട്ടുണ്ട്. കുറ്റം വിധിക്കുന്ന സ്വഭാവമൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും വിചാരിക്കും, എൻ്റെ പിള്ളേര് പറയുമായിരുന്നു എന്നോട്, അമ്മയുടെ കുറ്റം വിധിക്കല് കുമ്പസാര ഏറ്റുപറച്ചിൽ കേട്ട് അച്ഛന് തന്നെ മതിയായിട്ടുണ്ടാവും എന്ന് പറയും. അപ്പൊ എപ്പൊ കുമ്പസാരിച്ചാലും പറയാനുണ്ടാവുന്ന ഈ കുറ്റം വിധിക്കലായിരിക്കും, സ്വയം ന്യായീകരിച്ച് പറയല. ഇപ്പൊ കുമ്പസാരം തന്നെ സ്വയം ന്യായീകരിച്ച് മറ്റുള്ളവർ എന്നോട് ചെയ്ത കാര്യമാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ മനുഷ്യരുമായിട്ടുള്ള ബന്ധം, മനുഷ്യരോട് ചെയ്യുന്ന അനേകം തെറ്റായ കാര്യങ്ങൾക്കൊക്കെ കാരണം ഈ പാപാവസ്ഥയാണ്. ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുക, അനുസരിക്കാതിരിക്കുക, വിശ്വസിക്കാതിരിക്കുക. അതിന്റെ ഫലം നമ്മൾ മുൻപ് സ്ലൈഡിൽ കണ്ടു. വിശ്വസിക്കാനും അനുസരിക്കാനും തന്ന കാര്യങ്ങളൊക്കെ നിഷേധിച്ചപ്പോൾ ആദ്യ മാതാപിതാക്കൾക്ക് സംഭവിച്ചത് എന്താണെന്ന് നമ്മൾ കണ്ടു. ദൈവിക സൗഭാഗ്യം
സ്വാതന്ത്ര്യം എല്ലാം നഷ്ടപ്പെടുകയാണ്. ദൈവിക അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുകയാണ്. അങ്ങനെയല്ല നമ്മെ പറ്റി ഉണ്ടായിരുന്ന പദ്ധതി ദൈവത്തിനുള്ളത്. അപ്പോ നമ്മുടെ ഇതുപോലെ തന്നെ ഇനിയുണ്ട് പല കാര്യങ്ങള് നമ്മുടെ ഈ പാപാവസ്ഥ മൂലം നമ്മിൽ നിന്നും ബഹിർഗമിക്കുന്ന ധാരാളം പാപങ്ങൾ. അപ്പൊ ആ പാപാവസ്ഥ എന്തൊക്കെയാണ്? നമുക്കൊരു നല്ല മഴ പെയ്താൽ നമുക്ക് ദേഷ്യം വരും. നമ്മൾ എന്ത് പറയും? ഓഹ് എന്തൊരു മഴ, അയ്യോ എന്ന് പറയും അല്ലെ? ഏതെങ്കിലും ഒരു ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയെ കണ്ടാൽ നമ്മൾ പറയും എന്റെ അമ്മ എന്തൊരു ജാതി മനുഷ്യനാണ് അല്ലെ? അപ്പൊ ഇവിടെയൊക്കെ നമ്മുടെ ബന്ധങ്ങൾ പല വിധത്തിൽ വിച്ഛേദിക്കപ്പെടുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് മാറിപ്പോകുന്നതാണ്, അകലുന്നതാണ് പാപാവസ്ഥ എന്ന്. അപ്പൊ ആ അടിമത്തത്തിന്റെ രോദനം നേരത്തെ നമ്മൾ സങ്കീർത്തനം വായിച്ചല്ലോ അല്ലെ? അതുപോലെ തന്നെ സങ്കീർത്തനം 42:1 പറയുകയാണ്, തീർച്ചാൽ തേടുന്ന മാൻപേടയെ പോലെ ദൈവമേ എന്റെ ഹൃദയം അങ്ങേ തേടുന്നു എന്ന്. ഈ ഒരു വേപതു അല്ലെങ്കിൽ ദുഃഖം നമ്മുടെ മനസ്സിൽ ജനറേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ നമ്മൾ ആ പാപാവസ്ഥയെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്ന് വേണം വിചാരിക്കാനായിട്ട്. നേരത്തെ ഇവിടെ സാക്ഷ്യം പറഞ്ഞ സക്രിയ ചേട്ടൻ പറഞ്ഞു, അതുപോലെ മനോഹരമായിട്ട് പിന്നെ ഈ പാപാവസ്ഥയിലുള്ള മനുഷ്യന്റെ അവസ്ഥയും പുഷ്പമിക്ക് മിസ്സിയോയിൽ നിന്ന് ലഭിച്ച കാര്യങ്ങളൊക്കെ പറയുകയുണ്ടായി. അതുകൊണ്ടാണ് വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നത്, ദൈവമേ നീ എന്നെ നിനക്കായി സൃഷ്ടിച്ചു, നിന്നിൽ വിലയം പ്രാപിക്കുവോളം എൻ്റെ ആത്മാവ് അസ്വസ്ഥമാണെന്ന്. അപ്പോ നമുക്ക് ഈ ഒരാഴ്ച നമ്മളിങ്ങനെ നന്നായിട്ട് എൻ്റെ പ്രിയപ്പെട്ട മിസ്സിയോ കുടുംബാംഗങ്ങളെ ചിന്തിക്കണം. എന്നെ നിനക്കായി നീ സൃഷ്ടിച്ചു, നിന്നിൽ വിലയം പ്രാപിക്കുവാൻ എൻ്റെ ആത്മാവ് എത്രത്തോളം അകന്നാണ് നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു തകർന്ന മനുഷ്യനായിട്ടാണോ എൻ്റെ ഇനിയുള്ള ജീവിതം? അങ്ങനെ തന്നെ ആവാൻ നമ്മൾ തീരുമാനിക്കുന്നേ ഇല്ല. കാരണം കഴിഞ്ഞ ആഴ്ച ദൈവസ്നേഹത്തെ പറ്റി ഒരുപാട് നമ്മൾ ഗ്രഹിച്ചു, ആസ്വദിച്ചു, മനസ്സിലാക്കി. ആ ദൈവസ്നേഹ അനുഭവത്തിൽ മുന്നോട്ട് പോകാൻ പറ്റാത്തതിന്റെ അവസ്ഥ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ തകർന്ന മനുഷ്യൻ പ്രത്യാശയില്ലാണ്ടാവും, വീട്ടാനാകത്ത വലിയ കടത്തിൽ നിബന്ധിക്കും, പാപത്തിന്റെ അടിമത്തത്തിലാകും. അപ്പൊ ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. എന്തെന്നാൽ ഞാൻ ഇച്ഛിക്കുന്നതല്ല, വെറുക്കുന്നതാണ് ഞാൻ ചെയ്യുന്നതെന്ന് പൗലോസ്ലീഹ പറയുന്ന പോലെ തന്നെ നമ്മളും പറയും, ഓ ഇതൊന്നും അല്ല ഞാൻ വിചാരിച്ചത്, ഇതൊന്നും ചെയ്യാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്, എന്നാന്ന് അറിയില്ല. ഇതല്ലേ നമ്മുടെ ഒരു സ്ഥിരം ഡയലോഗ്, എന്നാന്ന് അറിയില്ല, ഇതൊക്കെ അങ്ങ് ചെയ്തു പോവുകയാണെന്ന് നമ്മൾ പറയും. അപ്പോ ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ എനിക്ക് തന്നെ മനസ്സിലാവാത്ത അവസ്ഥ എന്ന് പറയുന്നത് പാപാവസ്ഥയിലാണ് എന്നുള്ളത് തന്നെയാണ്. അപ്പോ പാപവും പാപാവസ്ഥയും തമ്മിലുള്ള വ്യത്യാസം ഞാൻ സൂചിപ്പിച്ചു. പാപാവസ്ഥയിലായിരിക്കുന്നതും ചെയ്തു കൂട്ടുന്ന ഓരോ ക്രിയകളും ഓരോ പ്രവൃത്തിയുമാണ് പാപങ്ങൾ. അപ്പൊ നമ്മുടെ പാപാവസ്ഥ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നു എങ്കിൽ ഒരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, ഞാൻ പാപം ചെയ്യുന്നോണ്ടാണോ ഞാൻ പാപിയാകുന്നത്? ഞാൻ പാപി ആയതുകൊണ്ടാണോ ഞാൻ പാപം ചെയ്യുന്നത്? അപ്പൊ ഞാൻ അതിനുള്ള ഉത്തരം പറഞ്ഞു. അപ്പൊ നമ്മൾ പാപി ആയതുകൊണ്ടാണ് പാപം ചെയ്തു പോകുന്നത്. ആ പാപാവസ്ഥയെ തൂത്ത് എറിയാനായിട്ട് ആഴങ്ങളിലേക്ക്, എന്താ പറയാ, കടലിന്റെ ആഴങ്ങളിലേക്ക്, സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് അത് തൂത്തെറിയാനായിട്ട് നമുക്ക് സാധിക്കണം. അത് നമുക്ക് ഈ പാപാവസ്ഥയിലായിരിക്കുന്ന ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. കാരണം നേരത്തെ ആ ചരട് വലിച്ചിരുന്നത് കണ്ടല്ലോ, ആ ചരടുകളിൽ നമ്മൾ ഞെരുക്കപ്പെട്ടിരിക്കുകയാണ്. ആ സംഘർഷത്തിലും തകർന്നും എല്ലാ ദൈവവുമായിട്ടുള്ള ബന്ധവും പരസ്പര ബന്ധവും ഒക്കെ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ സ്വയം നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു മനുഷ്യനായിട്ട് നമ്മൾ പിന്നെ അടിമത്തത്തിലായി പോയിരിക്കുകയാണ് പിശാചിന്റെ. റോമാക്കാർക്ക് എഴുതിയ 7-ാം അധ്യായം 19-20 വചനം നമ്മോട് ഇങ്ങനെ പറയുകയാണ്, ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തത് ഞാൻ ചെയ്യുന്നുവെങ്കിൽ അത് ചെയ്യുന്ന ഒരിക്കലും ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമാണ്. അതാണ് നേരത്തെ നമ്മൾ ഇതിനു മുമ്പ് കണ്ട സ്ലൈഡ് പറയുന്നത്, ഞാൻ പാപി ആയതുകൊണ്ടാണ് ഞാൻ പാപം ചെയ്യുന്നതെന്ന്. അപ്പൊ ഇച്ഛിക്കുന്നില്ല, ഞാൻ ഇച്ഛിക്കുന്നത് നന്മയാണ്, എന്നാൽ ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഇച്ഛിക്കാത്തത് ഞാൻ ചെയ്യുന്നുവെങ്കിൽ അത് ഞാൻ അല്ല ചെയ്യുന്നത്, എന്നിൽ വസിക്കുന്ന പാപമാണ് എന്ന് പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, ഈ വചനമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഫലം ചൂടാനായിട്ട് നമുക്ക് ഈ ആഴ്ച നമുക്ക് ധാരാളമായിട്ട് പരിശ്രമിക്കണം. ലോസ് ദ കൺട്രോൾ ഓവർ എവറിത്തിങ്, ലോസ് ദ കൺട്രോൾ ഓൺ സെൽഫ്. നേരത്തെ സ്ലൈഡിൽ നമ്മൾ ഹെഡിങ് ശ്രദ്ധിച്ചു, എല്ലാം നമുക്ക് നഷ്ടമാവുകയാണ്. അപ്പൊ ആ എല്ലാത്തിൻ്റെയും മേൽ സർവ്വാധിപത്യം തന്ന നമ്മെ കൂടെ നടത്തി, കൂടെ കൊണ്ടു നടന്ന, കൂടെ ഉലാത്താൻ അനുവദിച്ച ദൈവത്തിന്റെ കരവലയങ്ങളിൽ നിന്ന് നമ്മൾ അകന്നു പോകുമ്പോൾ, ആ സ്നേഹത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ കരയാതിരിക്കാൻ പറ്റുകയില്ല. ഞാൻ ദുർഭകനായ മനുഷ്യൻ, മരണത്തിന് അധീനമായ ഈ ശരീരത്തിൽ നിന്ന് എന്നെ ആര് മോചിപ്പിക്കും? ആ ചിത്രം നോക്കിക്കേ, ആ ഒരു തകർന്ന മനുഷ്യന്റെ ഒരു ചിത്രം, ആ തലയ്ക്ക് കൈയും കൊടുത്ത് ഈ ഒരു അവസ്ഥയുണ്ട് നമ്മുടെ ജീവിതത്തില്. ആ ഒരു
ചെയ്തത് അത്രയും നമ്മുടെ പാപാവസ്ഥയാണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ നാം ചെയ്ത എല്ലാ പാപങ്ങളും നമ്മുടെ പാപാവസ്ഥയിൽ നിന്ന് ജനറേറ്റ് ചെയ്തതാണെന്ന് നാം മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ പാപങ്ങളെ കൃത്യമായിട്ട് കണ്ടെടുക്കാൻ വേണ്ടി സാധിക്കും. അന്നേരം ആ പുഷ്പ പറഞ്ഞ കണക്ക് ഒരാഴത്തിൽ നിന്ന് സക്കറിയ ചേട്ടൻ എന്തോന്ന് പറഞ്ഞത്, വേരുകള്, നമ്മുടെ പാപാവസ്ഥ എന്ന വേരുകളെ പറിച്ചെറിഞ്ഞു കളഞ്ഞുകൊണ്ട് നമുക്ക് വലിയൊരു വിടുതൽ ലഭിക്കും. പ്രിയപ്പെട്ടവരെ, അപ്പോൾ വ്യക്തിപരമായ വ്യവസ്ഥകളില്ലാതെ നമ്മെ സ്നേഹിച്ച ദൈവ സ്നേഹം അനുഭവിക്കാനും അത് മറ്റുള്ളവരുമായി പങ്കുവെച്ച് ജീവിക്കുവാനുള്ള ഒരു നമ്മിൽ എന്തെങ്കിലും തരത്തിൽ ഏതെങ്കിലും മേഖലയിൽ ഒരു കുറവുണ്ട് എന്ന് ഒരു പര്യാലോചന നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരാശയാണ് നമുക്ക് മുമ്പിലുള്ളത്. ഈ ഒരാശയെ നമ്മിലുള്ള പാപാവസ്ഥയെ തിരിച്ചറിഞ്ഞുകൊണ്ട് രൂഢമൂലമായി കിടക്കുന്ന നമ്മളിലെ പാപാവസ്ഥയുടെ വേരുകളെയെല്ലാം പിഴുതെറിഞ്ഞുകൊണ്ട് ദൈവം നൽകുന്ന അധികാരവും സർവ്വസ്വാതന്ത്ര്യവും സ്വർഗീയ സൗഭാഗ്യങ്ങളും ഒക്കെ അനുഭവിക്കാനും അത് മറ്റുള്ളവരുമായി പങ്കുവെച്ച് ജീവിക്കുവാനുള്ള ഒരു വലിയ കൃപയിലേക്കും കരുണയിലേക്കും നമുക്ക് നടന്നെടുക്കാം. അത് നമ്മളെ കൊണ്ട് തന്നെ ആകില്ല എന്നുള്ള ഒരു അവസാന വാക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മെ രക്ഷിക്കാൻ, ഈ പാപാവസ്ഥയിൽ നിന്ന് നമ്മെ രക്ഷിക്കാൻ ഒരു രക്ഷകൻ ആഗതനാണ്. ആമേൻ. 2 പത്രോസ് 2:19 ഇപ്രകാരം പറയുന്നു, ഏതിനാൽ ഒരുവൻ തോൽപ്പിക്കപ്പെടുന്നുവോ അതിന്റെ അടിമയാണവൻ. നമ്മുടെ ഇപ്പോഴത്തെ പാപാവസ്ഥ വളരെ ലളിതമായി നമുക്ക് മനസ്സിലാക്കി തന്ന കാർമലി ചേച്ചിക്ക് ഒത്തിരി നന്ദി. ഇടയ സന്ദേശത്തിനായി അഭിവന്ദ്യ മാർ ജോയ് ആലപ്പാട്ട് പിതാവിനെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. പിതാവിന് ഇന്നത്തെ മീറ്റിംഗിൽ കയറാനായിട്ട് സാധിച്ചിട്ടില്ല. അടുത്തതായിട്ട് അനൗൺസ്മെന്റ്സ് ആണ്. സബ് ഗ്രൂപ്പ് മീറ്റിംഗിൽ എല്ലാവരും പങ്കെടുക്കാൻ ശ്രദ്ധിക്കണമെന്ന് അപേക്ഷിക്കുന്നു. എല്ലാ ദിവസവും സബ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്ന വേർഡ് ഓഫ് ദി ഡേ നിങ്ങളെ എങ്ങനെ സ്പർശിച്ചു എന്ന് ഒരു വോയിസ് മെസ്സേജ് ആയി നിങ്ങളുടെ സബ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കണമേ. ഓൺലൈനിൽ നടത്തപ്പെടുന്ന പ്രിലിമിനറി കോഴ്സ് 8 ക്ലാസ്സുകൾ മാത്രമുള്ളതാണ്. ഏകദേശം 34 ക്ലാസ്സുകളുള്ള വിസിയോ ഫുൾ കോഴ്സ് ജൂൺ മാസം 16 മുതൽ 21 വരെയും ജൂലൈ മാസം 14 മുതൽ 19 വരെയും കറുകുറ്റി വിസിയോ ഭവനിൽ വെച്ച് ഷെഡ്യൂൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ദയവായി 9061954230 9061954230 എന്ന നമ്പറിലേക്കോ 7012574557 7012574557 എന്ന നമ്പറിലേക്കോ ബന്ധപ്പെടുക. ജൂണിൽ ഏതാനും സീറ്റുകൾ ബാക്കിയുണ്ട്. മിസിയോ ഭവനിൽ 1-2 ദിവസം വന്ന് താമസിച്ച് നിത്യാരാധനയിൽ ഇരുന്ന് ഭാരത മിഷന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തയ്യാറുള്ളവർ ദയവായി അറിയിക്കുക. കുടുംബമായോ അല്ലാതെയോ വരാവുന്നതാണ്. നിങ്ങളുടെ ഇടവകകളിൽ കുടുംബ യൂണിറ്റ് നേതൃത്വങ്ങൾക്കും മതാധ്യാപകർക്കും ഒക്കെയായി വികാരിയച്ഛന്മാരുടെ അനുവാദത്തോടെ മിസിയോ ഫുൾ കോഴ്സ് സംഘടിപ്പിച്ചാൽ മിസിയോ ടീം അവിടെ എത്തി കോഴ്സ് നടത്തിത്തരുന്നതാണെന്ന് അറിയിക്കുന്നു. മിസിയോ വൈബ്സ് നമ്മുടെ കുടുംബത്തിൽ നിന്നും എല്ലാ മാസവും മലയാളത്തിലും ഇംഗ്ലീഷിലും പബ്ലിഷ് ചെയ്യപ്പെടുന്ന ഓൺലൈൻ ന്യൂസ് ലെറ്റർ ആണ്. PDF ഫയൽ ആയിട്ടാണ് നിങ്ങൾക്കത് ലഭിക്കുക. നമ്മൾ ഒരു മിഷൻ ആണെന്ന് ബോധ്യം നൽകാൻ ഉതകുന്ന അതിൽ വരുന്ന ലേഖനങ്ങളൊക്കെ എല്ലാവരും വായിക്കാൻ പരിശ്രമിക്കണമേ. അനോണിമസ് ആയ യാതൊരു മെസ്സേജുകൾക്കും ആരും റെസ്പോണ്ട് ചെയ്യരുത്. മിസിയോ കുടുംബത്തിൽ നിന്നും പണസംബന്ധമായ ഒരു കാര്യത്തിനായും ആരും നിങ്ങളെ വിളിക്കില്ല. അത്തരം കോളുകളോ മെസ്സേജുകളോ ലഭിച്ചാൽ ഉത്തരവാദിത്തപ്പെട്ടവരെ ഉടനെ വിവരം അറിയിക്കുകയും നമ്പർ ബ്ലോക്ക് ചെയ്യുകയും വേണമെന്ന് അറിയിക്കുന്നു. മിസിയോ കുടുംബത്തിൽ നിന്നും പണിയെഴുപ്പിക്കുന്ന 3ാമത്തെ ഭവന നിർമ്മാണം അതിന്റെ പരിപൂർത്തിയിൽ എത്തിക്കൊണ്ടിരിക്കുന്നു. ഇനി ഇന്റീരിയർ വർക്കുകൾ ആണ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ പ്രത്യേകം ഓർക്കണമേ. മിസിയോയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും നിങ്ങളുടെ പേഴ്സണൽ പ്രേയറിൽ എല്ലാവരും ഓർക്കണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു. വൈൻഡ് അപ്പ് സെഷന് വേണ്ടി നമ്മുടെ പ്രിയങ്കരിയായ അനിസൂട്ടി ആന്റിയെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
വത്സമോ എന്തോ ആ സമപ്പ് ചെയ്ത് കളഞ്ഞു. ദൈവത്തിന് സ്തുതി. താങ്ക് യു ആലിസ് ചേച്ചി. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് ഈ ഒരു പ്രാരംഭ സുവിശേഷ പ്രഘോഷണത്തിന്റെ പ്രധാനപ്പെട്ട സന്ദേശങ്ങളിൽ, അടിസ്ഥാന സന്ദേശങ്ങളിൽ രണ്ടാമത്തെ സന്ദേശത്തിൽ എത്തി നിൽക്കുക. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ദൈവസ്നേഹത്തെ പറ്റി കൂടുതൽ മനസ്സിലാക്കി. ദൈവം നമ്മെ വ്യവസ്ഥകളൊന്നും കൂടാതെ വ്യക്തിപരമായി നാം ആയിരിക്കുന്ന അവസ്ഥയിൽ സ്നേഹിക്കുന്നു എന്ന് മനസ്സിലാക്കി. എന്നാൽ നമുക്കത് അനുഭവിക്കാനോ പങ്കുവയ്ക്കാനോ സാധിക്കുന്നില്ല എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് നമ്മൾ ഇന്ന് വരുവാണ്. അതിൻ്റെ കാരണം നമ്മൾ കണ്ടെത്തി. നമ്മുടെ പാപാവസ്ഥയാണെന്നാണ് ഇന്ന് പ്രൊക്ലമേഷനിലൂടെ പുഷ്പയും അതുപോലെ ടെസ്റ്റ് മണി ചെയ്ത സെക്രിയ ചേട്ടനും ഒപ്പം സ്ലൈഡ് പ്രസന്റ് ചെയ്ത കാർമലിയും ഒക്കെ നമുക്ക് ഈ ഒരു അവബോധം തരാനായിരുന്നു ശ്രമിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ അകപ്പെട്ടിരിക്കുന്ന ഭയാനകമായ ഒരു അന്ധകാരം, ഭീകരമായ ഒരു അടിമത്തം, ദയനീയമായ ബന്ധന അവസ്ഥ, വലിയൊരു ദുസ്ഥിതിയിലാണ് നമ്മൾ അകപ്പെട്ടു പോയിരിക്കുന്നത്. ഇതിന് കാരണം വളരെ വ്യക്തമായി ഇവര് നമുക്ക് മനസ്സിലാക്കി തന്നു. ദൈവത്തിന്റെ വാക്ക് ധിക്കരിച്ച് അതനുസരിക്കാതെ പിശാചിന്റെ വാക്ക് അനുസരിച്ചതാണ് അതിന് കാരണം. അപ്പൊ സ്വാഭാവികമായും നമ്മൾ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് അകന്നു പോയി പിശാചിന്റെ അടിമത്തത്തിലായി. ഈ ഒരു ദുസ്ഥിതിയാണ്, അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയാണ് പാപാവസ്ഥ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ പാപത്തിന്റെ തിന്മയുടെ പിതാവായ പിശാചിന്റെ അടിമത്തത്തിലാകുമ്പോൾ അവന് ഇഷ്ടമുള്ളതൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. അത് തീർച്ചയായും തിന്മയായിരിക്കുമല്ലോ. അതായത് ദൈവത്തിന് ഇഷ്ടമല്ലാത്തതും ദൈവത്തിന്റെ സ്നേഹത്തെ നിരസിക്കുന്നതുമായിരിക്കും. അങ്ങനെ നമ്മൾ പാപം എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പൊ ദൈവസ്നേഹത്തിന് വിരുദ്ധമായി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പാപങ്ങളാണ്. ഈ പാപം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ഈ പാപാവസ്ഥയാണ്, പിശാചിന്റെ അടിമത്തമാണ്. അതായിരുന്നു ഇന്ന് നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കിയത്. നമുക്കറിയാം, ഈ ഒരു തിരിച്ചറിവ് വളരെ പ്രധാനപ്പെട്ടതാ. എത്രമാത്രം വലിയ ആഴത്തിലാണ് നമ്മൾ നിബന്ധിച്ചിരിക്കുന്നത് എന്നുള്ള സത്യം. ഇത് തിരിച്ചറിഞ്ഞാൽ മാത്രമേ അതിൽ നിന്നും കരകയറണം എന്നുള്ള വലിയൊരു രോദനം, വിലാപം നമ്മുടെ ഉള്ളിൽ നിന്ന് ഉയരുകയുള്ളൂ. അല്ലെങ്കിൽ അതിന് വേണ്ടി തീവ്രമായി നമ്മൾ ആഗ്രഹിക്കുകയുള്ളൂ. നമുക്കറിയാം, അമ്മയുടെ ഗർഭപാത്രത്തിൽ സുഖമായി കഴിഞ്ഞിരുന്ന കുഞ്ഞ് പുറത്തേക്ക് തനിക്ക് പരിചയമില്ലാത്ത ലോകത്തിലേക്ക് വരുമ്പം എന്താ ആദ്യം ചെയ്യുന്നേ? ഒരു നിലവിളിയാണ്, അല്ലേ? ഇങ്ങനെ കരഞ്ഞ് ഏങ്ങി കരയുന്നത് കാണാം. എന്താ? പരിചയമില്ലാത്ത സ്നേഹത്തിൽ നിന്ന് അങ്ങോട്ട് അകന്നു പോയി, പരിചയമില്ലാത്ത ഏതോ ഒരു ലോകത്ത് പെട്ടതുപോലെ. അതുപോലെ തന്നെയാണ് നമ്മൾ ദൈവത്തിന്റെ സ്നേഹത്തിൽ പൊതിഞ്ഞ് ഇരുന്ന ആ അവസ്ഥയിൽ നിന്നും മാറി, ആ സ്നേഹവലയത്തിൽ നിന്ന് മാറി നമുക്ക് പരിചയമില്ലാത്ത ലോകത്തിലേക്ക് നമ്മൾ മാറിപ്പോയപ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു നിലവിളി ഉയരുന്നുണ്ട്. ഇത് മനസ്സിലാക്കിയാലാണ് അത് വരുന്നത്. ആ സ്നേഹം നമുക്ക് നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് ഈ നിലവിളി ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ പലതരത്തിലുള്ള കാര്യങ്ങളിൽപ്പെട്ട് അതിലേക്ക് ശ്രദ്ധ പോവുക. അപ്പം നമ്മൾ ഈ ദൈവസ്നേഹം നമുക്ക് നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു തിരിച്ചറിവ് പോലും ഇല്ലാത്ത ഒരു ജീവിതം നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഈ അമ്മമാര് പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് TV വെച്ചു കൊടുക്കും, അതിനകത്ത് കാർട്ടൂണൊക്കെ വെച്ചു കൊടുക്കും, അല്ലേ? ഈ കാർട്ടൂൺ ഇങ്ങനെ കണ്ടുകൊണ്ട് കുട്ടികൾ അതിനകത്തെ അതിലെ കഥാപാത്രങ്ങളുടെ ചേഷ്ടകളൊക്കെ കണ്ട് അമ്മ ഇങ്ങനെ സ്നേഹത്തോടെ കൊടുക്കുന്ന ഭക്ഷണം അത് സ്നേഹമാണ്, അമ്മയുടെ സ്നേഹമാണ്, വാത്സല്യമാണെന്ന് അറിയാതെ അത് കഴിച്ചുകൊണ്ട് അതിൽ കാണിക്കുന്ന ആകർഷങ്ങളായ കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ ഇങ്ങനെ പോവുക. അങ്ങനെ പോയി നമ്മൾ എന്തോ തിന്നുകയാണെന്ന് പോലും അറിയുന്നില്ല കുഞ്ഞുങ്ങൾ, അല്ലേ? അപ്പൊ ആ രീതിയിൽ നമ്മളും അകപ്പെട്ടു പോയിരിക്കുകയാണ്. നമ്മൾ ദൈവത്തിന്റെ സ്നേഹം ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ട് മറ്റ് സൈഡിൽ നിന്ന് നമ്മളോട് പിശാച് ഇങ്ങനെ പറയുന്ന കാര്യങ്ങൾ നമ്മളെ വളരെയധികം ആകർഷിക്കുന്ന കാര്യങ്ങളാണ്. അതിലേക്കാണ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്നത്.
അപ്പൊ ഇതൊന്ന് മനസ്സിലാക്കിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇതുപോലെ ഈ ഈ ഒരു ദുസ്ഥിതിയിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പിശാചിന്റെ അടിമത്തത്തിൽപ്പെട്ട് നുണയന്റെ പിതാവുമായ പിശാച് എന്തൊക്കെയാണ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതെന്ന് വളരെ ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് നമുക്കറിയാം ധൂർത്തപുത്രൻ വീട് വിട്ട് ഇറങ്ങിപ്പോയപ്പോൾ എന്തോ വലിയ കാര്യം ചെയ്യാണെന്ന് വിചാരിച്ചാ പോയത്. പക്ഷെ കുറെ നാൾ കഴിഞ്ഞപ്പോഴാണ് സുബോധം വരുന്നത്. എൻ്റെ പിതാവിന്റെ ഭവനത്തിലല്ല ഞാൻ പിതൃഭവനത്തിലേക്ക് ആവണം, എങ്കിലേ എനിക്ക് ആ സ്നേഹം വീണ്ടും അനുഭവിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ള ഒരു വലിയ ആഗ്രഹം ജനിച്ചപ്പോഴാണ് തിരിച്ചു വരവ് നടക്കുന്നത്, അല്ലേ? അതുപോലെ ഒരു സുബോധം നമുക്കും വരണം. ഇപ്പൊ നമ്മൾ കരയിൽ പിടിച്ചിട്ട മീൻ പോലെ ഇങ്ങനെ പിടച്ചുകൊണ്ടിരിക്കും. വീണ്ടും ആ സ്നേഹത്തിന്റെ സാഗരത്തിലേക്ക് അങ്ങോട്ട് ചെന്ന് പെട്ട് കഴിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു ആശ്വാസം ഒന്ന് ഓർത്ത് നോക്കുക. അപ്പൊ അത്രമാത്രം അസ്വസ്ഥതയിലാണ് നമ്മളിപ്പം. ഇന്ന് നമ്മൾ മരണപ്പെടുവോ, നാളെ മരിക്കുവോ, എന്ന് മരിക്കും, എപ്പം മരിക്കും നമുക്കറിയില്ല. നമ്മൾ മരിച്ചു കഴിയുമ്പോഴോ ഉടനെ എന്താ സംഭവിക്കുന്നത്? അതാണ് പിശാച് നമ്മളെ കൊണ്ട് എത്തിച്ചിരിക്കുന്ന നിത്യമായ മരണത്തിന് വിധിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ്. അതായത് നമ്മുടെ ആത്മാവ് ദൈവത്തിൽ നിന്ന് അകന്നു പോയത് കൊണ്ട് ഇനി നമ്മുടെ ആത്മാവ് ദൈവസ്നേഹത്താൽ പൊതിയുന്നത് വരെ മരിക്കുമ്പോൾ നമ്മൾ ഈ പാപാവസ്ഥയിൽ മരിക്കുകയാണെങ്കിൽ നമ്മൾ നിത്യമരണത്തിലേക്കാണ് പോകുന്നത് എന്നുള്ള യാഥാർത്ഥ്യമാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. അതുകൊണ്ടാണ് ഇത് അത്രമാത്രം തീവ്രമായ ആഗ്രഹം നമ്മളിൽ ഉണ്ടാവണം, ഇതിൽ നിന്ന് രക്ഷ നേടണമെന്നുള്ളത്. ഈ ഒരു തീവ്രമായ നിലവിളി നമ്മുടെ ഉള്ളിൽ നിന്നും വിശുദ്ധ പൗലോസ്ലീഹായുടെ ഉള്ളിൽ നിന്ന് ഉയർന്നത് പോലെ, ഞാൻ ദുർഭകനായ മനുഷ്യൻ, ആരെന്നെ ഇതിൽ നിന്ന് മോചിപ്പിക്കും എന്നുള്ളൊരു നിലവിളി നമ്മളിൽ നിന്നും ഉയരട്ടെ. അപ്പൊ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ്, ഏതെല്ലാം മേഖലയിലാണ് ഈ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്നകന്ന് ദൈവസ്നേഹം നിരസിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ഏർപ്പെട്ടെന്നൊന്ന് കുറിച്ചു വെക്കാൻ. അതായത് പിശാച് നമ്മളെ കൊണ്ട് ഈ പാപാവസ്ഥയിൽ പെട്ടുപോയത് കൊണ്ട്, അവന്റെ അടിമത്തത്തിൽ പെട്ടുപോയത് കൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് അവൻ നമ്മളെ കൊണ്ട് ചെയ്യിച്ചിട്ടുള്ളതെന്ന് ഒന്ന് ലിസ്റ്റ് എഴുതി വെച്ചാൽ അത് നമുക്ക് വളരെ എളുപ്പമായിരിക്കും. പിന്നീട് അതിന്റെ ആവശ്യം വരുവേ. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ എന്താ ചെയ്തേ? നമ്മുടെ ദൈവസ്നേഹം നമ്മളിലേക്ക് ഒഴുകി എത്താൻ വേണ്ടി തടസ്സമായി നിൽക്കുന്ന മേഖലകൾ എന്തൊക്കെയാണെന്നും ആരിലേക്കൊക്കെയാണ് ഈ ദൈവസ്നേഹം ഒഴുകി ചെല്ലാനായിട്ട് നമ്മൾ വിലക്ക് നിർത്തിയിരുന്നു, ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്, അങ്ങനെയുള്ളവരുടെ പേരുകളൊക്കെ നമ്മൾ കണ്ടെത്തി. നമ്മളെ ആരെങ്കിലും അകറ്റി നിർത്തിയിട്ടുണ്ടോ, നമ്മൾ ആരെങ്കിലും അകറ്റി നിർത്തിയിട്ടുണ്ടോ, ഇതൊക്കെ കണ്ടെത്തി നമ്മൾ പേരൊക്കെ കുറിച്ച് വെച്ചു. അതും ആവശ്യമാണ്, അതൊക്കെ അവിടെ വെക്കണം. അതുപോലെ തന്നെ ഇന്ന് ഈ പിശാച് നമ്മളെ കൊണ്ട് എന്തൊക്കെയാണ് പാപാവസ്ഥയിൽ പെട്ടുപോയത് കൊണ്ട് എന്തൊക്കെ പാപങ്ങളാണ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചിരിക്കുന്നതെന്നൊക്കെ ഒന്ന് കുറിച്ച് വെക്കാം. നമുക്ക് നമ്മുടെ കുടുംബത്തിലുള്ള കുടുംബ മേഖല വളരെ സ്മൂത്തായി പോകുന്നുണ്ടാവും, നല്ല സ്നേഹത്തിലായിരിക്കും, എല്ലാവരോടും നല്ലപോലെ സംസാരിക്കാനും സ്നേഹത്തോടെ ഇടപഴകാനും ഒക്കെ കഴിയുന്നുണ്ടാവും. പക്ഷെ എൻ്റെ ഓഫീസിൽ ചെല്ലുമ്പോൾ ഞാൻ വേറൊരു വ്യക്തിയായി മാറുന്നുണ്ടോ? അവിടെ എനിക്ക് ഈ സ്നേഹം പ്രസരിപ്പിക്കാനോ പങ്കുവയ്ക്കാനൊക്കെ പറ്റുന്നുണ്ടോ? അല്ലെങ്കിൽ അവിടെ ഞാൻ ചെയ്തു കൂട്ടുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? എൻ്റെ സ്വാർത്ഥത അല്ലെങ്കിൽ എൻ്റെ അധികാരം, മോഹങ്ങൾ, അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടോ? എല്ലാവരോടും ഞാൻ സ്നേഹത്തോടെയാണോ അതോ കോപത്തോടെയാണോ? ഇതൊക്കെ ഒന്ന് ആലോചിക്കാം. ചിലപ്പോൾ നമ്മുടെ സാമൂഹ്യ മേഖല വളരെ നല്ലതായിരിക്കും, കുടുംബ മേഖല അങ്ങേയറ്റം അധപ്പതിച്ചതായിരിക്കാം. ചിലർക്ക് ഭാര്യമാരോ അല്ലെങ്കിൽ ഭർത്താക്കന്മാരൊക്കെ പരാതി പറയും, അവൾ ഫോൺ ചെയ്യുമ്പം എത്ര സന്തോഷത്തോടുകൂടിയാണ് മറ്റുള്ളവരോടൊക്കെ സംസാരിക്കുന്നത്, പക്ഷെ എന്നോട് അതുപോലെ ഒരു സ്നേഹത്തോടെ പറഞ്ഞ് ഞാൻ ഇതുവരെ അനുഭവിച്ചിട്ടില്ലല്ലോ. അല്ലെങ്കിൽ അദ്ദേഹം എത്ര നല്ലപോലെ മറ്റുള്ളവരോടൊക്കെ സംസാരിക്കുന്നു, ഫോണിലൂടെയൊക്കെ ചിരിച്ചും തമാശ പറഞ്ഞു, എന്നോട് അങ്ങനെയൊന്നും ചെയ്യുന്നില്ലല്ലോ. ഇങ്ങനെ കുടുംബത്തിലൊക്കെ ഒരുപാട് തകർച്ചകൾ, അല്ലെങ്കിൽ ആ സ്നേഹം അനുഭവിക്കാനും പങ്കുവയ്ക്കാനും പറ്റും. ഇതെല്ലാം നമ്മളൊന്ന് ഓർത്തെടുത്ത് ഏതൊക്കെ മേഖലകളിലാണ് നമുക്ക് പിശാചിന്റെ അടിമത്തത്തിൽ നമ്മൾ തെറ്റ് ചെയ്തു പോയിട്ടുള്ളത്, പാപം ചെയ്തു പോയിട്ടുള്ളതെന്ന് കുറിച്ച് വെക്കാം. അതിനുള്ള കൃപ നമുക്ക് ഓരോരുത്തർക്കും ദൈവം തരട്ടെ. അതുവരെ നമ്മുടെ ഈ വരുന്ന ഈ ആഴ്ചയിൽ മുഴുവനും നമ്മുടെ സബ് ഗ്രൂപ്പുകളിലൊക്കെ ഇതുപോലെയുള്ള കാര്യങ്ങളും വചനങ്ങളും ഒക്കെ നമ്മൾ മനസ്സിലാക്കും. അപ്പൊ അവർ പറയുന്ന അനുസരിച്ച് നമ്മൾ ചെയ്യുക, എങ്കിൽ മാത്രമേ ഈ കോഴ്സിലൊരു ഗുണം ഉണ്ടാവുള്ളേ. അതുകൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. താങ്ക് യു വെൽസമേ, താങ്ക് യു വെരി മച്ച്. നമുക്ക് നമ്മൾ നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോഴും ചെയ്യാനാവാത്ത, പറഞ്ഞില്ലേ, നന്മ ചെയ്യണമെന്നുണ്ട്, തിന്മ ചെയ്യരുതെന്നുണ്ട്, പറ്റുന്നില്ല. ആ ബന്ധത്തെ എന്നോട് തന്നെയുള്ള ബന്ധത്തിന്റെ അപകർഷതാബോധമോ അല്ലെ സുപ്പീരിയറിറ്റി കോംപ്ലക്സോ
അല്ലെ മറ്റുള്ളവർക്ക് നന്മ വരുമ്പോഴുള്ള ബുദ്ധിമുട്ടോ നമ്മള് തിന്മയിലേക്ക് നമ്മളെ നയിക്കത്തക്ക വിധത്തിലുള്ള ഒരു അടിമത്തത്തിന്റെ ഒരു തെറ്റായ ഒരു സ്വാധീനത്തിന്റെ മേഖലകളൊക്കെ നമുക്കുണ്ട് എന്നുള്ളത് തിരിച്ചറിയാം. അറിഞ്ഞില്ലേ വത്സമ പറഞ്ഞ സുഹൃത്തുബന്ധത്തിന്റെ കാര്യത്തില് ഒത്തിരി കഴിഞ്ഞ ബോധം വരുന്നത്. നമുക്കിപ്പൊ തന്നെ ആ ഒരു ബോധമൊക്കെ വന്നിട്ട് ആരെന്നെ രക്ഷിക്കും. നമ്മള് പറഞ്ഞില്ലേ ഓരോസിയ പറഞ്ഞതുപോലെ ദുർഭകനായ മനുഷ്യൻ ഈ മരണത്തിന് അധീനമായ ഈ അന്ധകാരത്തിൽ നിന്ന് ആരെന്നെ രക്ഷിക്കും, ആരെന്നെ മോചിപ്പിക്കും എന്ന ഒരു വിലാപത്തിലേക്ക്, ഇവിടെ നമുക്കൊരു രക്ഷ വേണം എന്നുള്ള ആ ഒരു വിലാപത്തിലേക്ക് വരാൻ ഈ ആഴ്ച സഹായിക്കുന്നതിന് സഹായകമായിരിക്കും നമുക്ക് കിട്ടുന്ന വചനങ്ങളും ഒക്കെ. പരിശ്രമിക്കത്തിന് നന്ദി, എല്ലാവർക്കും നന്ദി. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ആലീസ് ആന്റിക്കും വത്സമ ചേച്ചിക്കും ഒത്തിരി നന്ദി. ഇന്ന് നമ്മൾ കേട്ട ഈ ക്ലാസ്സുകളുടെ ഒക്കെ ഒരു രത്ന ചുരുക്കം അവരുടെ വാക്കുകളിൽ നിന്നും നമുക്ക് ലഭിക്കുകയുണ്ടായി. വത്സമ ചേച്ചി പറഞ്ഞതുപോലെ കരയിൽ പിടിച്ചിട്ട പിടയ്ക്കുന്ന ഒരു മത്സ്യം പോലെയാണ് നാം ഓരോരുത്തരും ഇപ്പോഴുള്ളത്. ആ മത്സ്യം സാഗരത്തിലേക്ക് അടുക്കാനായിട്ട് എന്തൊക്കെയാണ് തടസ്സങ്ങളായി നിൽക്കുന്നതെന്ന് നമുക്ക് ഈ നിമിഷങ്ങളിൽ നിന്ന് ചിന്തിച്ചു തുടങ്ങാം. അതിനായി ഒരുങ്ങുകയും ചെയ്യാം. ആലീസ് ആന്റി പറഞ്ഞതുപോലെ വിലാപത്തിന്റെ ഒരാഴ്ചയായി നമുക്ക് ഈ ആഴ്ചയെ കാണാം, ഒരുങ്ങാം. സമാപന സന്ദേശത്തിനും ആശീർവാദത്തിനുമായി ബഹുമാനപ്പെട്ട സേവ്യർ മാന്തരാച്ചനെ ക്ഷണിക്കുന്നു. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നല്ല സന്ദേശങ്ങളും നല്ല ചിന്തകളും പ്രത്യേകിച്ച് ഈ ആഴ്ച എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. പ്രത്യേകിച്ച് പാപത്തിൻ്റെ മേഖലകൾ, നമ്മൾ അറിയാതെ കിടക്കുന്ന നമ്മുടെ എല്ലാം ഓക്കെ ആണെന്ന് വിചാരിച്ച് നടക്കുമ്പോഴും നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ ശരിക്കുമുള്ള സത്വത്തെ തിരിച്ചറിയാനുള്ള ഒരു ദിവസം, ഒരു ആഴ്ചയായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ വത്സമ ആൻറ്റിയുടെ ആ ഒരു ഉദാഹരണം എനിക്ക് വളരെ അധികം ഇഷ്ടപ്പെട്ടു. അതിൻ്റെ അകത്ത് ഒരു കുഞ്ഞിന് അമ്മ, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കുമ്പോൾ അമ്മമാർ മൊബൈലും ടി വിയിലെ കാർട്ടൂണും ഒക്കെ കാണിച്ചുകൊണ്ട് അവരെ ആഹാരം കൊടുക്കുന്നതെന്ന് പോലും തിരിച്ചറിയാൻ സാധിക്കാത്ത രീതിയിൽ അവർക്ക് ആ ഒരു വേറെ ഏതോ ഒരു ലോകത്ത് ജീവിച്ചുകൊണ്ട് അവരെ അതിനെ സ്വീകരിക്കുമ്പോൾ അവരുടെ മാതാപിതാക്കളുടെ സ്നേഹം ശരിക്കും മനസ്സിലാക്കാൻ പറ്റുക. ആ ഒരു ഉദാഹരണം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതിനോട് ഞാൻ കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇത് തന്നെയാണ്. കുറേ കാലം മുമ്പ് ചാവറിയച്ഛനും അവരുടെ സഹചാരികളും CMI കോൺഗ്രിഗേഷൻ, CMI എന്ന് പറയുന്ന ആ കർമ്മലിത്ത സഭയുടെ ശരിക്കുള്ള ചൈതന്യത്തോടു കൂടെ അവർ ആ കോൺഗ്രിഗേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുത്തപ്പോൾ ചിന്തിച്ചപ്പോൾ അവർക്കുണ്ടായിരുന്ന ഒരു ചിന്ത എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലെറ്റ് us run away from this corrupt and corrupting world. എല്ലാവർക്കും തിരിഞ്ഞ ഒരു കാര്യമല്ലായിരുന്നു. അവരും സമൂഹത്തിൽ ജീവിക്കുന്നവരായിരുന്നു. മേ ബി 1980s 1890s 60 ആ ഒരു സമയങ്ങളിലൊക്കെ നടന്ന ഒരു കാര്യമാണ്. അന്ന് തന്നെ അവർ ആ ഒരു തിരിച്ചറിവിലേക്ക് വന്നായിരുന്നു. നമ്മൾ ഈ ലോകത്ത് ജീവിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ പോകുന്നില്ല, ഞാൻ ഈ ലോകത്ത് ജീവിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ പോകുന്നില്ല, തമ്പുരാൻ്റെ അടുത്ത് എത്തത്തില്ല. സോ ലെറ്റ് us run away from this corrupt and corrupting world എന്നുള്ള ഒരു ആശയത്തോടു കൂടിയാണ് അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ CMI സഭാ സമൂഹത്തിനെ കുറിച്ച് ചിന്തിക്കുന്നതും ഒരു വനവാസ ജീവിതം പോലെ തന്നെ ജീവിക്കണം, എന്നാലേ നമുക്ക് ആത്മാക്കളെ രക്ഷപ്പെടുത്താൻ പറ്റൂ എന്നുള്ളൊരു ചിന്തയിലേക്ക് വരുന്നതും. നമ്മുടെ പാപാവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ ട്രാക്ക് മാറി ഓടിക്കുന്ന ഒരു ഇതാണ്. അതായത് ട്രാഫിക് സിഗ്നൽ വരുമ്പോൾ, റെഡ് സിഗ്നൽ വരുമ്പോൾ നമ്മളത് വയലേറ്റ് ചെയ്താൽ ആക്സിഡന്റ് ഉണ്ടാകും, നമുക്ക് പെനാൽറ്റി അടിച്ചു വരും. സെയിം വേ നമ്മുടെ യാത്രയിൽ നമ്മൾ ആ ട്രാക്ക് മാറി ഓടിക്കഴിയുമ്പോൾ നമുക്ക് അപകടങ്ങളുണ്ടാകും. അപകടങ്ങൾ സ്വർഗരാജ്യത്തിലേക്കുള്ള വഴിക്ക് ബ്ലോക്കായി തീരത്തക്ക രീതിയിൽ നമ്മളെയും ബ്ലോക്ക് ചെയ്യും, ബാക്കിയുള്ളവരെയും ബ്ലോക്ക് ചെയ്യും. ഒരു അപകടം ഉണ്ടായാൽ നമുക്കറിയാം റോഡ് മുഴുവൻ ബ്ലോക്കാവും. നമ്മൾ പോയി കൂട്ടിയിടിക്കുന്ന വണ്ടിയുമായിട്ട് കൂട്ടിയിടിക്കുമ്പോൾ അവരും അപകടത്തിലേക്ക്, അവർക്കും മുറിവുകളൊക്കെ ഉണ്ടാകും.
അതിനെയാണ് പാപാവസ്ഥ എന്ന് ഞാൻ കുറച്ചും കൂടെ ഒരു സിമ്പിളായിട്ട് രീതിയിൽ ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നിയത് അങ്ങനെയാണ്. ട്രാക്കിൽ നിന്ന് മാറി ഓടുന്ന ഒരവസ്ഥ. അതിനാണ് നമ്മളെ സഹായിക്കാൻ വേണ്ടി ഇനി അടുത്ത സെഷനിലേക്ക് വരുന്ന ഇതിലേക്ക് കുമ്പസാരം എന്നൊക്കെ പറയുന്നത് അതിനെ തിരിച്ചു വരാനുള്ളൊരു മെത്തേഡാണ്. ആലിസുട്ടി ആൻറ്റിയുടെ അഭിപ്രായത്തിൽ ഇനി വരാൻ പോകുന്നതിന് ഇപ്പോഴേ നേരത്തെ പറയേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു ചിന്താഗതിക്കാരിയാണെങ്കിലും ഞാൻ അതിൻ്റെ ഒരു കണക്ഷൻ എന്ന രീതിയിൽ പറയുമ്പോൾ ഞാൻ കുമ്പസാരിപ്പിക്കുമ്പോൾ പറയാറുള്ളതാണ്, ഞാൻ നടന്നുപോയ യാത്രയിൽ ഞാനുണ്ടാക്കിയ അപകടങ്ങളെക്കുറിച്ചൊന്ന് വിചിന്തനം ചെയ്യുന്നതാണ് കുമ്പസാരം എന്ന് പറയുന്നത്. ഞാൻ യാത്ര ചെയ്ത ഓവർ സ്പീഡിൽ പോയ സ്ലോയിൽ പോയ ചില സന്ദർഭങ്ങളിൽ ഞാൻ മൂലം ഉണ്ടായ അപകടങ്ങളിൽ ഞാനും എൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധങ്ങളിലുണ്ടായ അപകടം, ഞാനും എൻ്റെ സഹോദരനും സഹോദരിയുമായിട്ടുള്ള ബന്ധങ്ങളിലുണ്ടായിട്ടുള്ള അപകടങ്ങൾ, ഞാനും എൻ്റെ സെൽഫുമായിട്ട് ഞാനും എൻ്റെ ഞാനാകുന്ന അവസ്ഥയുമായിട്ടുള്ള ബന്ധങ്ങളിലുള്ള അപകടങ്ങൾ, അതുപോലെ തന്നെ ഞാനും പ്രകൃതിയുമായിട്ടുള്ള ബന്ധങ്ങളിലുള്ള അപകടങ്ങൾ, ഇതിനെയൊക്കെ ഒന്ന് തിരിച്ചറിയുന്ന അതിനെ തിരിച്ചു വരുന്ന തിരിച്ചറിഞ്ഞിട്ട് തിരിച്ചു വരാനുള്ള ഞാൻ ആലിസുട്ടി ആൻറ്റി ഞാനൊന്ന് ഒരു എക്സ്ട്രാ സ്റ്റെപ്പ് എടുത്തതേ ഉള്ളൂ കേട്ടോ. ഞാനൊന്ന് തിരിച്ചു വരുവാണ്, ഒന്ന് അവലോകനം ചെയ്തിട്ട് എൻ്റെ യാത്രയെ ഒന്ന് ഒരു യു-ടേൺ എടുത്ത് തിരിച്ചു വരുന്ന ഒരു അവസ്ഥ. ആ അവസ്ഥയെക്കുറിച്ച് അത് പറയാതെ പറ്റത്തില്ലാത്തൊരവസ്ഥയായി പോയി. അതുകൊണ്ട് ഞാൻ കുമ്പസാരത്തെക്കുറിച്ച് പറഞ്ഞു പോയത്. പാപാവസ്ഥ എന്ന് പറയുന്നത് നമ്മളൊന്ന് ഈ ഒരാഴ്ച അതിനുള്ള ഒരുക്കമായിരിക്കണം. ഒരു യു-ടേൺ എടുത്തിട്ട് ആ അപകടങ്ങളെയൊക്കെ റെക്ടിഫൈ ചെയ്ത് നമ്മൾ ഏതായാലും അപകടങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ കേസാകുമ്പോൾ കോടതിയിൽ പോകണം. കോടതിയിൽ ചെന്ന് കഴിയുമ്പോൾ കോംപ്രമൈസ് അല്ലെങ്കിൽ നമ്മൾ അതിനുള്ള കോമ്പൻസേഷൻ ആരുടെ ഭാഗത്താണോ തെറ്റ് വന്നേക്കുന്നത് അത് നമ്മൾ തിരിച്ചു വന്നു ആ ഒരു യാത്രയെ ഒന്ന് നമ്മൾ നിർത്തിയിട്ട് ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ തിരിച്ചൊന്ന് നടന്നിട്ട് എവിടേക്കാണ് എൻ്റെ ബന്ധം ഈ ഒരാഴ്ച അതായിരിക്കണം. ഒരു തിരിച്ചു നടപ്പ് നടന്നിട്ട് ഞാനൊന്ന് അവലോകനം ചെയ്യുന്ന ഒരു സമയം. അതിനൊരു നല്ല സമയമായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇവിടെയുള്ള വില്ലേജിലെ പിള്ളേർ അല്ലെങ്കിൽ ഇവിടെയുള്ള ആൾക്കാർ മാമോദീസ സ്വീകരിക്കാൻ ഞാൻ ഉടനെ ഒന്നും മാമോദീസ സ്വീകരിക്കണമെന്ന് പറയുമ്പോൾ ഞാൻ ഇമ്മീഡിയറ്റ് ആയിട്ടൊന്നും അവർക്ക് മാമോദീസ കൊടുക്കാറില്ല. 1 വർഷവും 1.5 വർഷമൊക്കെ നീട്ടിക്കൊണ്ടുപോകും. അവരുടെ ജെനുവിനിറ്റിയെ ഒന്ന് ചിന്തിപ്പിക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ പലരും ഇങ്ങനെ പല പ്രാവശ്യവും എനിക്ക് മാമോദീസ തായോ എന്ന് പറയുമ്പോൾ ഒരു പ്രാവശ്യം ഞാനൊരു തന്നെ പരീക്ഷിച്ചു, നിനക്ക് ഇപ്പം തരുന്നില്ല തരാമെന്നൊക്കെ പറഞ്ഞ് കൊതിപ്പിച്ചിട്ട് ഏറ്റവും അവസാനം അവൻ എന്നെ ഒന്ന് പറ്റിച്ചു. ഞാൻ മാമോദീസ കൊടുക്കുന്നതിൻ്റെ തലേദിവസം പറഞ്ഞു, അച്ഛാ ഞാൻ നാളെ മാമോദീസ സ്വീകരിക്കുന്നില്ല. ഞാൻ ആകെ വിഷമത്തിലായിപ്പോയി. കാരണം ഞാൻ കൊതിച്ച് ഇവനെ എല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് ഏറ്റവും അവസാനം ഇവൻ എന്നോട് പറയുകയാണ്, അച്ഛാ ഞാൻ മാമോദീസ സ്വീകരിക്കുന്നില്ലെന്ന്. കാരണം ഞാൻ അവനെ മാക്സിമം ടെസ്റ്റ് ചെയ്തവനാണ്, അവൻ അത്രയും ഉറപ്പുള്ളവനാണെന്ന് മനസ്സിലായതിനു ശേഷം ഞാൻ മാമോദീസ കൊടുക്കാൻ കഴിയുക. ഞാൻ ചോദിച്ചു, എന്നാണ് നീ ഇപ്പം അങ്ങനെ പറയാൻ കാര്യം? ഞാൻ ഈ പൗരോഹിത്യ സ്വീകരണത്തെ പോലെ തന്നെയാണ് പിള്ളേരുടെ മാമോദീസയെ പിള്ളേരുടെ ഇവിടെയുള്ള വലിയവരുടെയും മാമോദീസ ഞാൻ കാണുന്നത്. അവൻ പറഞ്ഞ എന്നാന്നറിയോ, അച്ഛാ ഞാൻ മാമോദീസ സ്വീകരിച്ച ഞാനൊരു ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കണം, ഞാനൊരു പാപമില്ലാത്ത മനുഷ്യനായിട്ട് ജീവിക്കണം. അച്ഛാ ഈ കഴിഞ്ഞ ദിവസങ്ങൾ എന്നെ വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്ന ഒരു പ്രശ്നം, ഒരു ചോദ്യമാണ്, എങ്ങനെ ഞാൻ പാപമില്ലാതെ ജീവിക്കും? മാമോദീസ സ്വീകരിക്കുന്ന അവനുണ്ടാകുന്ന ആ ഒരു വേദന, ഞാൻ എങ്ങനെ പാപമില്ലാത്ത ഒരു ക്രിസ്ത്യാനി എന്ന പേര് ഞാൻ സ്വീകരിച്ചു കഴിയുമ്പോൾ, മാമോദീസ ചില എൻ്റെ തലയിൽ വീണ് കഴിയുമ്പോൾ ഞാൻ എങ്ങനെ പാപമില്ലാതെ ജീവിക്കും? പാപമില്ലാതെ ജീവിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല അച്ഛാ. വേറൊരു ചേട്ടൻ ഈ കഴിഞ്ഞ ഈസ്റ്ററിന് മുമ്പുള്ള ശനിയാഴ്ച, ഈസ്റ്ററിന്റെ തലേദിവസത്തെ ശനിയാഴ്ച മാമോദീസ സ്വീകരിച്ച ആ ചേട്ടൻ പറയുവാണ്, അച്ഛാ കഴിഞ്ഞ 1.5 വർഷമായിട്ട് അച്ഛൻ എന്നോട് എന്ന് മാമോദീസയെക്കുറിച്ച് പറഞ്ഞു, ദൈവവചനത്തെക്കുറിച്ച് പറഞ്ഞു, ഈശോയെക്കുറിച്ച് പറഞ്ഞു, അന്നു മുതൽ ഞാൻ അച്ഛനോട് ചേർന്ന നിങ്ങളുടെ നമ്മുടെ കത്തോലിക്ക സഭയിൽ ചേരണമെന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചു തുടങ്ങിയോ, അന്നു മുതൽ ഞാൻ പണിപ്പെടുന്ന ഒരു കാര്യമാണ് അച്ഛാ ഞാൻ എങ്ങനെയും കള്ളുകൂടി നിർത്തുക എന്നുള്ളത്. എനിക്ക് പറ്റുന്നില്ല അച്ഛാ, ഈ കള്ളുകൂടി നിർത്തിയിട്ടൊന്നും മാമോദീസ സ്വീകരിക്കാൻ പറ്റാത്തൊരവസ്ഥ. നിങ്ങൾക്കൊരു പക്ഷേ ഇതൊരു ചിലപ്പോൾ അജ്ഞതയുടെ പുറത്ത് അവർ പറയുന്നതാണെന്ന് തോന്നുന്നു. പക്ഷെ ഇത് ഹൃദയം തുറന്നുള്ള അവരുടെ ഒരു ഷെയറിങ് ആയിരുന്നു. എനിക്കും അതൊരു ചുമ്മാ ഒരു നിസ്സാരമായിട്ടൊക്കെ തോന്നിയേക്കാമായിരുന്നു. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അതല്ലായിരുന്നു. ഞാൻ അവരുടെ കൂടെ ജീവിക്കുന്ന അവരുടെ ഞാൻ ടച്ച് ചെയ്യുന്ന മനുഷ്യനാണ്.
അതെനിക്ക് ശരിക്കും ഫീൽ ചെയ്തു. ഞാനൊരു പുരോഹിതനായിട്ട് ജീവിക്കുമ്പോൾ എനിക്ക് പോലും അത്രയും തീഷ്ണതയില്ലല്ലോ ദൈവമേ എന്ന് എനിക്ക് ചിന്തിക്കാറുണ്ട്. സോ അവർ ഒരു മാമോദീസ സ്വീകരിക്കുന്നതിന് മുമ്പ് അവരുടെ പാപത്തെക്കുറിച്ചുള്ള ചിന്ത അതാണെങ്കിൽ, ഇത്രയും ഫൗണ്ടേഷൻസ് ഉള്ള, പാരമ്പര്യങ്ങളുള്ള, ദൈവത്തെ അറിഞ്ഞിട്ടുള്ള നമ്മുടെ സെൻസേഷൻ എന്തായിരിക്കണം? പാപത്തെക്കുറിച്ച് നമ്മുടെ സെൻസ് എന്തായിരിക്കണം? ഇന്നത്തെ ഒരു ലോകത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത്, ലോകത്തിന് സെൻസ് ഓഫ് സിൻ ഹാസ് ബീൻ ലോസ്റ്റ്. പാപബോധം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഈ ചെയ്യുന്നതൊന്നും പാപമാണെന്നുള്ള ചിന്ത അവർക്കില്ലാതെ പോകുന്ന ഒരു അവസ്ഥയാണ്. ഈ അമ്മച്ചിമാര്, അതായത് ഇവിടെ അധികം അമ്മച്ചിമാരൊക്കെയാണ്. ഞാനും അടുക്കളയിൽ പണിയെടുക്കുന്ന മനുഷ്യനാണ്. ആദ്യമേയൊക്കെ അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ സ്റ്റവിൽ നിന്ന് ഒരു പാത്രം എടുത്ത് മാറ്റുമ്പോൾ എൻ്റെ കൈ പൊള്ളുമായിരുന്നു. പിന്നെ അത് ശീലമായി കഴിഞ്ഞപ്പോൾ ഇപ്പം എനിക്ക് ചൂടോടുകൂടിയും പാത്രങ്ങൾ എടുത്ത് മാറ്റി വയ്ക്കാം. നിങ്ങളുടെ അമ്മച്ചിമാരൊക്കെ പാത്രങ്ങൾ അടുപ്പത്തുനിന്ന് ചൂടോടുകൂടി തലത്തുണിയൊന്നും ഇല്ലാതെ ചുമ്മാ ബെയർ ഹാൻഡ് വളരെ നിസ്സാരമായിട്ട് എടുത്ത് മാറ്റി വയ്ക്കാറുണ്ട്. കാരണം നിങ്ങളുടെ ഈ ഫിംഗറിന്റെ ഈ പല ഭാഗങ്ങളും അതിന്റെ സെൻസേഷൻ നഷ്ടപ്പെട്ടു പോയി. കാരണം എന്നാണെന്നറിയോ? സെയിം വേ നിങ്ങളത് യൂസ് ടു ദാറ്റ് അന്നേരം ആ ഒരു സെൻസേഷൻ നഷ്ടപ്പെട്ടു പോയി. നമ്മൾ പാപം ചെയ്ത് പാപത്തെക്കുറിച്ചുള്ള ഒരു സെൻസേഷൻ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. നമുക്ക് നഷ്ടപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ്. ഞാൻ ടേക്കിംഗ് ലോട്ട് ഓഫ് ടൈം. സമാപന സന്ദേശമായതുകൊണ്ട് ഞാൻ അത്രയും നീണ്ടുപോകരുതായിരുന്നു. പക്ഷെ ഈ ഒരു ടോപ്പിക് ആയതുകൊണ്ട് ഐ ആം ഇൻ ടു ദാറ്റ് ടോപ്പിക്. സോ ഞാൻ അതിനെക്കുറിച്ച് അത്രയും ഞാനിതിന് പ്രിപ്പയർ ഒന്നും ആയിരുന്നില്ല കേട്ടോ. ഞാൻ 8:45 ഇവിടെ വന്നു, കുളിച്ചു, ഫ്രഷ് ആയിട്ട് ഇവിടെ വന്ന് നിങ്ങളുടെ മുന്നിൽ ഇരുന്ന സമയമായുള്ളൂ. അന്നേരം നമ്മുടെ ഈ സെൻസേഷൻ നമ്മുടെ ഈ സ്കിന്നിന്റെ നഷ്ടപ്പെട്ടു പോയതുപോലെ തന്നെ എൻ്റെ പാപത്തെക്കുറിച്ചുള്ള, കള്ളു കുടിക്കുന്നത് പാപമല്ല എന്നുള്ള ചിന്ത, ഇന്നത്തെ ലോകത്ത് വ്യഭിചാരം ചെയ്യുന്നത് പാപമല്ല എന്നൊരു ചിന്ത. ഇതെല്ലാം ഐ ലോസ്റ്റ് സെൻസ് ഓഫ് സിൻ. ഞാൻ അതിൻ്റെ അകത്ത് ജീവിക്കുന്ന മനുഷ്യനാ, അതിൽ തന്നെയുള്ള മനുഷ്യനാ. സോ ഐ ഫീൽ ഇറ്റ് ഈസ് ഓക്കെ. ആ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്നെ ഒരു പരിധിവരെ, ഞാനൊരു വൈദികനായിരിക്കെ ഞാൻ ഒരു പരിധിവരെ പാപത്തിൽ നിന്ന് അകന്നു നിൽക്കാൻ കാര്യം എന്താണെന്നറിയാമോ? എന്തുകൊണ്ടാണ് എനിക്ക് ഒരു പരിധിവരെ പാപത്തിൽ നിന്ന് ദൂരെ നിൽക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, ദിവസവും രാവിലെ കുർബാന ചെല്ലണം അല്ലെങ്കിൽ വൈകുന്നേരം കുർബാന ചെല്ലണം എന്നുള്ള ചിന്ത എന്നെ വല്ലാതെ അലട്ടുന്നുണ്ട്. ഈ കുർബാന ചെല്ലുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ എൻ്റെ കരങ്ങൾ തമ്പുരാന്റെ പക്കലേക്ക് കൈകൾ ഉയർത്തുമ്പോൾ, ദൈവമേ എൻ്റെ കരങ്ങൾ പാപമംഗലമാണെന്നൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വരാതിരിക്കണം എന്നുള്ള ഒരു ബോധ്യം എൻ്റെ മനസ്സിലുള്ളത് കൊണ്ട് ഞാനൊരു പുരോഹിതനായിരിക്കെ തമ്പുരാന്റെ മുമ്പിൽ അർപ്പിക്കപ്പെടുന്ന ബലികളിൽ എൻ്റെ കരങ്ങൾ അശുദ്ധമാകാതെ ദൈവജനത്തിന് വേണ്ടി ബലിയർപ്പിക്കാൻ ഈ കരങ്ങൾ മലിനമാകരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ. എങ്കിൽ പോലും വീഴ്ചകളും പരാധീനതകളും കുറവുകളും ഉള്ള ഒരു മനുഷ്യനാണ്, ദുർഭകനായ മനുഷ്യൻ. പൗലോസ്ലീഹായുടെ നമ്മൾ പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത വാക്യം ഇസ് ഫാക്ട്. നിങ്ങളുടെ കുടുംബത്തിൽ ആൾത്താരയുടെ മുമ്പിൽ നിങ്ങളുടെ നിയോഗങ്ങൾക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, ജീവിത പങ്കാളിക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, എൻ്റെ കരങ്ങൾ യോഗ്യതയോടുകൂടിയാണോ, പങ്കിലമായ കളങ്കമായ ഈ രക്തക്കറയുള്ള കരങ്ങളാണോ, പാപക്കറയുള്ള കരങ്ങളാണോ എന്നൊന്ന് ചിന്തിച്ചിട്ട് വേണം കരങ്ങൾ ഉയർത്താൻ. അതേക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അറിയാതെ നിങ്ങൾ പാപത്തിൽ നിന്ന് അകന്നു നിൽക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വിശുദ്ധ കുർബാനയും പൗരോഹിത്യവും ഞാൻ കാത്തു സൂക്ഷിക്കുന്ന ഒരു പരിധിവരെ അങ്ങനെയാണ്. അന്നേരം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ഒരാഴ്ച, നല്ല ഒരു കമ്മിങ് ബാക്ക്, തിരിച്ചുവരവിന്, ആ ധൂർത്തപുത്രനെ പോലെ തിരിച്ചുവരവിന് ബോധ്യങ്ങൾ ഉണ്ടാകാൻ. പന്നിക്കുഴി കിടന്നപ്പോൾ നമ്മളൊക്കെ പന്നിക്കുഴി കിടക്കണം, എന്നാലേ അറിയുള്ളൂ. തവിട് തിന്നണം, എന്നാലേ അറിയുള്ളൂ. നമുക്ക് തിരിച്ചറിവുകളുണ്ടാകും, ബോധ്യങ്ങളുണ്ടാവുള്ളൂ. പന്നിക്കുഴി കിടക്കണം, തിരിച്ചറിവുണ്ടാകണമെങ്കിൽ തവിട് തിന്നണം, അന്നേരമാണ് അപ്പനെക്കുറിച്ച് ആലോചിക്കുക. ഞാൻ ഇന്ന് ഇങ്ങോട്ട് പോന്നപ്പോൾ ബൈക്കിൽ ഓടിച്ചു പോന്നപ്പോൾ ഞാൻ ചിന്തിച്ചതാണ്, എന്തുകൊണ്ടാണ് സേവറെ നീ പാപം ചെയ്യാതെ ജീവിക്കുന്നതിനെ കുറിച്ച് ഞാനിങ്ങനെ എന്നോട് തന്നെ ചോദിച്ചു. ഈ ഒരു ടോപ്പിക്ക് ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് ടോംചായ ഞാൻ നോക്കിയത്. അതുവരെ ഞാൻ നോക്കിയില്ലായിരുന്നു. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ്. അന്നേരം ഞാൻ ചോദിച്ചൊരു ചോദ്യം, അത് മേ ബി പരിശുദ്ധാത്മാവ് എന്നോട് പ്രേരിപ്പിച്ചതായിരിക്കും. മാനുഷികമായ രീതി, ആത്മീയമായ രീതിയിലല്ല,
ഞാൻ മാനുഷികമായ രീതി ഞാൻ എൻ്റെ അപ്പനെക്കുറിച്ച് പറയുകയാണ്. അപ്പൻ്റെ മരണത്തിന് ശേഷം ഞാൻ പലപ്പോഴും ഐ മിസ് ഹിം. ഞാൻ ട്രാവലിങ്ങിൻ്റെ സമയത്ത് ഞാൻ അപ്പനെക്കുറിച്ചും ചിന്തിച്ചു. ആ സമയത്ത് ഞാൻ എന്നോട് തന്നെ ചോദിച്ചു, സേവ്യറെ, നീ എന്തുകൊണ്ടായിരിക്കും നീ പലപ്പോഴും പാപമില്ലാതെ പാപത്തിൽ നിന്ന് മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് ഞാൻ എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം, ഞാൻ എൻ്റെ കുടുംബത്തിൽ പിറന്ന എൻ്റെ അപ്പൻ്റെ മോനാ. ഇപ്പോഴും അപ്പൻ സ്വർഗത്തിലിരുന്ന് എന്നെ കാണുന്നുണ്ടെന്നുള്ളൊരു ചിന്ത, ഞാൻ ഈ അപ്പൻ്റെ മോനെന്ന് അറിയപ്പെടുന്ന പാപം മൂലം, തെറ്റ് ചെയ്തത് മൂലം അപ്പനെ ഞാൻ വേദനിപ്പിക്കാൻ പാടില്ലെന്നുള്ളൊരു ചിന്ത, അപ്പൻ്റെ പേരിന് കളങ്കം വരുത്തരുതെന്നുള്ള ചിന്ത, ദാറ്റ് മേക്സ് മീ അലേർട്ട്. അതെന്നെ കൂടുതൽ ജാഗ്രതയുള്ളവനാക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരു തിരിച്ചറിവിന്, ഒരു ബോധ്യത്തിന്, എന്നിട്ട് അപ്പൻ്റെ സ്വന്തം മക്കളെ പോലെ ജീവിക്കാനുള്ള ഒരു ധൈര്യവും ചങ്കൂറ്റവും നിങ്ങൾക്ക് ലഭിക്കട്ടെ. ആ ചങ്കൂറ്റത്തോടെ ജീവിക്കുന്നത് ഒരു സാക്ഷ്യമായി മാറട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അച്ഛൻ പറഞ്ഞതുപോലെ നമ്മുടെയൊക്കെ ജീവിതയാത്രയിൽ ഇന്ന് ഈ നിമിഷം വരെയും ഉണ്ടായ എല്ലാ അപകടങ്ങളിൽ നിന്നും ഒരു യു-ടേൺ എടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഈ ആഴ്ച ഒരുങ്ങാം. രാത്രിയുടെ യാമങ്ങളിൽ തന്റെ അഭിഷിക്ത കരങ്ങളാൽ നമ്മെ അനുഗ്രഹിച്ച ഫാദർ സേവ്യർ മാൻതരയ്ക്ക് നന്ദി. റോമ 6:22-23 തിരുവചനങ്ങൾ ഇപ്രകാരം പറയുന്നു: പാപത്തിന്റെ വേദന മരണമാണ്, ദൈവത്തിന്റെ ദാനമാകട്ടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴിയുള്ള നിത്യജീവനും. ദൈവസ്നേഹം അനുഭവിക്കാൻ നമുക്ക് സാധിക്കാത്തത് നമ്മുടെ പാപാവസ്ഥയാണ്. നമുക്ക് സ്വയം ഒന്ന് വിലയിരുത്താം, നാം ഓരോരുത്തരും എന്തിന്റെയൊക്കെ അടിമകളാണെന്ന്. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നന്ദിയുടെ ഒരു ഗാനത്തോടു കൂടെ നമ്മുടെ ഈ സെക്ഷൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അതിനായി വിനു ചേച്ചിയെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒത്തിരി നന്ദി നാഥ, 1000 നന്ദി നാഥ, മറ്റെന്തു നൽകാം ഞാൻ, നന്ദിയതൊന്നു മാത്രം. ഒത്തിരി നന്ദി നാഥ, 1000 നന്ദി നാഥ, മറ്റെന്തു നൽകാം ഞാൻ, നന്ദിയതൊന്നു മാത്രം. സഹനത്തിൻ പൂക്കളതെല്ലാം അനുഗ്രഹപ്പൂമാലയാക്കി, സഹനത്തിൻ പൂക്കളതെല്ലാം അനുഗ്രഹപ്പൂമാലയാക്കി, എന്നെ അണിയിക്കും ഓ ദിവ്യ സ്നേഹമേ, മറ്റെന്തു നൽകാം ഞാൻ, നന്ദിയതൊന്നു മാത്രം. ഒത്തിരി നന്ദി നാഥ, 1000 നന്ദി നാഥ, മറ്റെന്തു നൽകാം ഞാൻ, നന്ദിയതൊന്നു മാത്രം.